ട്രഷർ ഹണ്ടിങ് മൂവീസ് ചെയ്യാൻ പറ്റുമെന്ന് ഇതിനു മുന്നേ കുറച്ച് ആളുകൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു. എന്നാൽ അന്ന് എനിക്ക് നല്ലൊരു ട്രഷർ ഹണ്ടിങ് മൂവി കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല. അല്ലെങ്കിൽ തിരഞ്ഞു പിടിക്കുന്നതെല്ലാം നമ്മുടെ യൂട്യൂബേഴ്സ് എല്ലാവരും ചെയ്തു കഴിഞ്ഞായിരിക്കും. അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് പാടുപെട്ടിരുന്നു. എന്നിരുന്നാലും നമ്മൾ ഇന്ന് കൊണ്ടുവന്ന സിനിമ യൂട്യൂബിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഈ സിനിമ ചെയ്യുന്നത്. ഇത് വെറും ഒരു ട്രഷർ ഹണ്ടിങ് മൂവി ആണെന്ന് വിചാരിച്ച് കാണരുത്. ഈ സിനിമയിലെ ട്രഷർ ഹണ്ടിങ് മാത്രമല്ല വേറെയും കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതെല്ലാം സിനിമ കണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ വൺ ലൈൻ വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല. അതുകൊണ്ട് നമുക്ക് 2003 റിലീസ് ചെയ്ത ദ റൺ ഡൗൺ എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഹീറോയാണ് കാണിക്കുന്നത്. ഹീറോയുടെ പേര് ബാക്ക് എന്നാണ്. ശരിക്കുള്ള പേര് റോക്ക് എന്നാണ്. പക്ഷേ സിനിമയിലെ ബാക്ക് എന്നാണ് പേര്. ആള് കാറിൽ റേഡിയോയിൽ കേൾക്കുന്ന പാചകക്കുറിപ്പ് അതുപോലെ തന്നെ എഴുതിയെടുക്കുകയാണ്. ഇന്ന് രാത്രി വീട്ടിൽ പോയിട്ട് ഇതാണ് കഴിക്കാനുള്ളതെന്ന് തോന്നുന്നു. എന്തായാലും കാര്യമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൂരം ഒന്ന് ഒരുത്തം വിളിച്ചു പറയാം, കൂയ് നിങ്ങൾ വിചാരിച്ച ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്, ഇപ്പോൾ ഒന്നാ പിടിക്കുക. ബാക്ക് ഏതോ ഒരു തന്നെ പിടിക്കാനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവൻ ഈ ബാറിലുണ്ടെന്ന് അറിയുമ്പോൾ ഈ വിളിച്ചവനെയും കൂട്ടിയിട്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അന്നേരം അവരെയും പാസ് ചെയ്തുകൊണ്ട് ഒരു പരിചയമുള്ള മുഖം അങ്ങനെ പോകുന്നുണ്ട്. എന്തോ വഴി തെറ്റി വന്നാൽ തോന്നുന്നു. അങ്ങനെ അകത്തേക്ക് ചെല്ലുന്ന നേരം അവിടെ ഇഷ്ടം പോലെ ഫുട്ബോൾ കളിക്കാരാണുള്ളത്. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഫുട്ബോളല്ല. അമേരിക്കക്കാർക്ക് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ റഗ്ബിയാണ്. ആ റഗ്ബി കളിക്കുന്ന ആളുകളെല്ലാം ഇന്ന് അവിടെ കൂടിയിട്ടുണ്ട്. അതിലൊരുത്തനെ കാണിച്ചുകൊണ്ട് കൊണ്ടുവന്നവൻ പറയും അവൻ്റെ പേരാണ് ജലീൽ ജോൺസൺ. അവനൊരു രാഷ്ട്രീയക്കാരനെന്നാണ് തോന്നുന്നത്. എന്നാൽ ബാക്ക് പറഞ്ഞെടുക്കും അവൻ്റെ പേര് ജലീൽ എന്നല്ല, ജമാൽ ജോൺസൺ. അവൻ്റെ ഒരു രാഷ്ട്രീയക്കാരനല്ല, അവൻ്റെ ഒരു ഫുട്ബോൾ പ്ലെയർ ആണ്. എന്നിട്ട് അവിടെ നിൽക്കുന്ന ഓരോരുത്തന്മാരെ എടുത്തു കാണിച്ചുകൊണ്ട് അവരൊക്കെ ആരാണ്, അവരൊക്കെ ഏത് പൊസിഷനാണ് കളിക്കുന്നതെന്നല്ല അവന് പറഞ്ഞെടുക്കും. ബാക്ക് വിചാരിച്ച പോലെയുള്ള ആളല്ല, എന്തൊക്കെയോ കഴിവുള്ള ആളാണ്. കൊണ്ടുവന്നവനും കാര്യം മനസ്സിലാകുമ്പോൾ അവൻ പറയും നിങ്ങൾ വിചാരിച്ച ആൾ ദേ അവിടെ ഇരിക്കുന്നു, ബ്രയാൻ വില്യം. അവൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ എന്ത് ഇടപാടാണോ എന്ന് വെച്ചാൽ കാണിച്ചോ, എന്നെ ഒന്നിനും വിളിക്കരുത്, ഞാൻ ഇനി ഏരിയയിൽ പോലും ഉണ്ടാവില്ല. അങ്ങനെ ബാക്ക് അവൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. ബാക്ക് എന്തിനാണ് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതെന്ന് വെച്ചാൽ ഇത് ബാക്കിന് കിട്ടിയ ഒരു കൊട്ടേഷനാണ്. ഒരാളുടെ കയ്യിൽ നിന്നും ഇവൻ $50,000 വാങ്ങിയിട്ട് ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. അവനാണെങ്കിൽ ആ കാശ് വെച്ച് ചൂത് കളിച്ച് അതെല്ലാം തീർക്കുകയും ചെയ്യും, ദൂർത്തടിച്ച് തീർക്കുകയും ചെയ്യും. എന്നാൽ ചോദിച്ച കാശ് തിരിച്ചു വെച്ചാലോ, ഞാൻ നാളെ തരാം മറ്റന്നാൾ തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഒളിച്ചു നടക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ അവൻ്റെ കയ്യിൽ നിന്നും കാശ് തിരിച്ചു കൊണ്ടുവരാനാണ് ബാക്കിന് അങ്ങോട്ട് വിട്ടിരിക്കുന്നത്. ഹേയ്, എനിക്ക് നിങ്ങളോടൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് ബാക്ക് പറയുന്ന നേരം അവൻ പറയും എന്നാൽ പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം സംസാരിക്കാനില്ല, പോയിക്കോളൂ. നമ്മുടെ ആൾ വീണ്ടും പറയും എനിക്ക് നിങ്ങളോടൊരു കാര്യം സംസാരിക്കാനുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ പുറത്തേക്ക് വന്നേ പറ്റൂ. അതിനവൻ പറയും നിങ്ങളുടെ പേരെന്താ? ബാക്ക് എന്ന് പറയുന്ന നേരം ബാക്ക് എന്നാണ് പേര്. അങ്ങനെയാണ് ബാക്ക് എടുത്തു, എനിക്ക് നിന്നോട് സംസാരിക്കാനില്ല എന്ന് പറയും. അങ്ങനെ നമ്മുടെ ആൾ കാര്യത്തിലേക്ക് വരും. നീ ഒരു $50,000 ഒരുത്തന്നെ കൊടുക്കാനുണ്ട്, എന്നാൽ ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോഴാണ് ഇവൻ എന്തിനാണ് വന്നതെന്നുള്ള കാര്യം മനസ്സിലാവുക. ഇപ്പം എൻ്റെ ആളുകളെല്ലാം എൻ്റെ ചുറ്റും നിൽക്കുകയാണ്, കളിയാക്കാനാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? എന്തായാലും ഇപ്പോൾ ഒരു കാര്യം ചെയ്യും, ഈ കാശ് അവനെ കൊണ്ടു കൊടുക്കുക, ബാക്കിയുള്ള കാശ് ഞാൻ പിന്നെ പിള്ളേരെല്ലാം കൊണ്ടുതരാമെന്ന് അവനോട് പറഞ്ഞാൽ മതി. എന്നാൽ അവൻ ഇങ്ങനെ സംസാരിച്ചാൽ ശരിയാവില്ലല്ലോ. അവൻ ആ കാശ് തിരിച്ചു തരുമെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഉറപ്പ് വേണ്ടേ. അതുകൊണ്ട് അവൻ കയ്യിലിട്ട് വെച്ചിരിക്കുന്ന ഒരു മോതിരമാണ് ബാക്ക് ചോദിക്കുക. അവൻ റഗ്ബി കളിച്ചിട്ട് അവന് മെഡലായിട്ട് കിട്ടിയൊരു മോതിരാണത്. എന്നാൽ അത് കേൾക്കുന്ന ബ്രയാൻ അവിടെ ഉണ്ടായിരുന്ന മദ്യം ഗ്ലാസ്സിൽ ഒഴിച്ച് നമ്മുടെ ആളുടെ മേലേക്ക് ഒഴിക്കും, മുഖത്തേക്ക് ഒഴിക്കും. എന്നാൽ ഇപ്പം കിട്ടിയില്ല വിട്ടോന്ന് പറഞ്ഞ് നമ്മുടെ ആൾ കളിയാക്കി വിടുകയാണ്. എന്നാൽ ഇനി അവിടെ നിന്ന് അടി ഉണ്ടാക്കുന്നത് തീരെ ശരിയില്ല. എവിടെ നിന്നാണ് അടിയും വെടിയും ഒക്കെ വരാമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വാഷ്റൂമിലേക്ക് ചെന്ന് ഈ ജോലി കൊടുത്ത് ആശാനെ വിളിച്ച് പറയും. ഇവിടെ ചുറ്റും അവൻ്റെ ആളുകളാണ്. അവൻ ആ കാശ് തരാൻ തയ്യാറാവുന്നില്ല. ആ മോതിരം വാങ്ങിയെടുക്കാൻ നോക്കിയിട്ട് അവനതിന് സമ്മതിക്കുന്നുമില്ല. എന്നാൽ ആശാൻ അവനോട് എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ബാക്ക് ദേഷ്യത്തിൽ അവൻ്റെ അടുത്തേക്ക് തന്നെ ബ്രയാൻ്റെ അടുത്തേക്ക് തന്നെയാണ് ചെല്ലുന്നത്. ഹേയ് ബ്രയാൻ, നിനക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ, ആ മോതിരം നീ എനിക്ക് തരുന്നു. ഓപ്ഷൻ ബി, ആ മോതിരം ഞാൻ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓപ്ഷൻ ബി മതി എന്ന് ബ്രയാൻ പറയുമ്പോൾ തന്നെ അവിടെയുള്ള പ്ലേയേഴ്സ് എല്ലാവരും കൂടെ വന്ന് നമ്മളെ ബാക്കിന് ഇടിയാണ്. അടി വാങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടംപോലെ അടി വാങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ അത്രയും ആളുകൾ ഉണ്ടായിട്ടും നമ്മൾ ഒരൊറ്റ ആളുടെ അടുത്ത് അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. അവസാനം ഒരുത്ത വന്ന് നമ്മുടെ ആക്കി പെരുത്ത 5-6 ഇടി കൊടുക്കുന്ന നേരം അവിടെ ഉണ്ടായിരുന്ന DJ സെറ്റ് എടുത്ത് അവൻ്റെ തലക്ക് ഒറ്റ അടിയാണ്. ആ ഒരു ഒറ്റ അടി കിട്ടുമ്പോൾ തന്നെ അവൻ ബോധം പോയി താഴെ വീഴും. എന്നാൽ ഇത് കാണുന്ന ബ്രയാന് മനസ്സിലാക്കും ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയില്ല എന്ന്. അവൻ ഓടി രക്ഷപ്പെടാൻ നിൽക്കുമ്പോൾ തന്നെ ആ DJ സെറ്റ് എടുത്ത് അവൻ്റെ മേലേക്ക് ഒരു ഒറ്റ ഏറാണ്. ഊരൊക്കെ അടിച്ചവൻ താഴെ വീഴും. അവൻ്റെ അടുത്ത് വന്ന് മോതിരം വലിച്ചൂരും നേരം അവൻ എനിക്ക് വേദനിക്കുന്നു, എനിക്ക് വേദന എടുക്കുന്നുണ്ടെന്ന് വിളിച്ചു പറയുമ്പോൾ നമ്മുടെ ആൾ പറയും അങ്ങനെ ആയിരുന്നെങ്കിൽ നീ ആദ്യം ഓപ്ഷൻ എ എടുക്കണമായിരുന്നടാ. അങ്ങനെ ആ മോതിരവും വാങ്ങിച്ചുകൊണ്ട് തിരികെ വന്ന് കാറി കയറാനായിട്ട് നിൽക്കുകയാണ്. അന്നേരമാണ് തൊട്ടു സൈഡിൽ നിന്ന് ബാക്കൊന്നൊരു വിളി കേട്ട് അവൻ അങ്ങോട്ട് നോക്കുന്നത്. അന്നേരം ഒരു അപ്പാപ്പൻ കയ്യിലുണ്ടായിരുന്ന ഗണ്ണിലെ റബ്ബർ ബുള്ളറ്റ് അവൻ്റെ ദേഹത്തേക്ക് ഒരൊറ്റ ഷോട്ടാണ്. അതുകൊള്ളുന്ന അവന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വേദനയിൽ പൊളഞ്ഞ് അവിടെ താഴെ വീഴുന്നേരം അങ്ങനെ ഓടി വന്ന് അവൻ എടുത്തു കൊണ്ടുവന്നിരുന്ന മോതിരം അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് എന്നാൽ അവനെ ശരിയിട്ടോ എന്ന് പറഞ്ഞോണ്ട് അവിടുന്ന് പോവാണ്. ഇതിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. എന്തായാലും ബാക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് ഈ കൊട്ടേഷൻ കൊടുത്ത് ആശാൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചതെന്ന് അങ്ങനോട് ചോദിക്കും. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കൊട്ടേഷൻ കൊടുത്ത ആശാൻ്റെ ആൾ തന്നെയാണ് ഈ മോതിരം കൊണ്ടുപോയ അപ്പാപ്പനും. അതെന്തിനങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ ബാക്ക് നേരത്തെ ഇവിടേക്ക് വിളിച്ചു പറഞ്ഞിരുന്നല്ലോ അവൻ്റെ ആളുകളാണ് ചുറ്റും, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അത് കേട്ടപ്പോൾ തന്നെ ആശാന് അവനോടുള്ള വിശ്വാസം പോയി. അതുകൊണ്ട് തന്നെ മറ്റൊരുത്തൻ അങ്ങോട്ട് വിട്ടതായിരുന്നു. എന്നാൽ അങ്ങനെ പോകുന്ന വഴിക്കാണ് റോക്ക് ആ മോതിരം വാങ്ങിയിട്ട് വരുന്നത് കാണുക. അത് ശരിയാവില്ലല്ലോ. ഏതായാലും വന്ന കാര്യം ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് റോക്കിനെ അടിച്ചിട്ട് അങ്ങനെ ആ മോതിരം കൊണ്ടുപോവുകയാണ് ചെയ്തത്. എന്തായാലും ചെയ്ത ജോലി
ജോലിയുടെ കാശ് ചോദിക്കുന്ന നേരം അങ്ങനെ അത് കൊടുക്കില്ല. അത് അങ്ങേര് ചെയ്തില്ലേ, പിന്നെ എന്തിനാ നിനക്ക് തരേണ്ട ആവശ്യം എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് ഇതുപോലെ ജോലി ചെയ്ത് ജീവിച്ചാൽ പോരാ, എനിക്ക് എൻ്റെ കാശ് കിട്ടണം, എനിക്ക് റെസ്റ്റോറൻറ്റ് തുടങ്ങണം, എനിക്ക് പുതിയൊരു ജീവിതം തുടങ്ങണം, അതുകൊണ്ട് എനിക്ക് എൻ്റെ പൈസ കിട്ടിയേ പറ്റൂ. സംഭവം എന്താണെന്ന് വെച്ചാൽ ബാക്ക് ഇത്രയും കാലം റിട്രൈവൽ എക്സ്പെർട്ട് എന്ന് പറഞ്ഞൊരു ജോലിയാണ് എടുത്തുകൊണ്ടിരുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു കള്ളനെ പിടിക്കാനുണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾക്കാണെങ്കിൽ ആ കള്ളനെ പിടിക്കാനും പറ്റുന്നില്ല. എന്നാൽ ഈ സമയത്ത് ബാക്കിനോട് പറഞ്ഞാൽ അവന് കയ്യിൽ അവന് ആവശ്യമായിട്ടുള്ള കാശും കൊടുത്താൽ അത് കള്ളനെന്ന് മാത്രമല്ല, ചിലപ്പോൾ കാറാവാം, ഡാറ്റകളാവാം, എന്താണെങ്കിലും അവനത് കൊണ്ടുതരും. എന്നാൽ ഇനി അവനങ്ങനെ പറ്റില്ല. അവന് റെസ്റ്റോറൻറ്റ് തുറന്ന് സമാധാനമായിട്ട് ജീവിക്കണം. അതിനാണ് അവൻ ചെയ്ത പണിയുടെ കാശ് അയാളോട് ചോദിക്കുന്നത്. എന്നാൽ അയാൾ പറയും, നിനക്ക് ഞാൻ റെസ്റ്റോറൻറ്റും തരാം, കാശും തരാം, പക്ഷേ ഞാൻ പറയുന്നൊരു ജോലി അവസാനമായിട്ട് ഒരു ജോലി കൂടെ നീ ചെയ്യണം. എന്നിട്ട് അവൻ്റെ കയ്യിലേക്ക് ഒരു പാക്കേജും വെച്ച് കൊടുക്കും. അത് തുറക്കുന്ന നേരം ഒരുത്തൻ്റെ ഫോട്ടോയാണ് കിട്ടുന്നത്. അത് ആരാന്ന് വെച്ചാൽ ഇന്ത പണി കൊടുത്ത ആശാന്റെ മകൻ തന്നെയാണ്. ഈ മകനാവട്ടെ ബ്രസീലിൽ ആമസോൺ കാട്ടിൽ എൽഡറാഡോ എന്ന് പറയുന്ന വലിയൊരു ഖനിയിൽ അവിടെ എന്തോ ഒരു നിധി കണ്ടുപിടിക്കാനായിട്ട് പോയാണ്. കുറേ കാലമായിട്ട് അവൻ എവിടാന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴാണ് 2 മാസം മുന്നെയാണ് അവൻ അവിടെ ഉണ്ട് എന്നുള്ളൊരു വിവരം അറിഞ്ഞത്. ആശാനാണെങ്കിൽ എങ്ങനെയും അവനെ ഇങ്ങോട്ട് കൊണ്ടുവരണം, അങ്ങയുടെ ബിസിനസ്സിൽ അവനെയും കൂടെ കൂട്ടണം. എന്നാൽ മകന് ഈ ബിസിനസ്സിലൊന്നും കൂടാനായിട്ട് തീരെ താല്പര്യമില്ല. അവൻ്റെ പേര് ട്രാവിസ് വാക്കർ എന്നാണ്, ഈ ആശാന്റെ പേര് ബില്ലി വാക്കർ. ട്രാവിസ് വാക്കർ മകനാണെങ്കിൽ അച്ഛൻ്റെ കൂടെ ബിസിനസ് ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അവൻ ഇതുപോലെ നിധികളെല്ലാം കണ്ടുപിടിക്കാൻ പോകാനാണ് ഇഷ്ടം. എന്തായാലും അവനെ തിരികെ കൊണ്ടുവന്നാൽ ബാക്കിന് വലിയൊരു കാശാണ് അങ്ങനെ ഓഫർ ചെയ്യുന്നത്. ആ പൈസയും വെച്ചോണ്ട് അവൻ എവിടെയെങ്കിലും പോയിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുക. പിന്നെ നമ്മുടെ ആളൊന്നും നോക്കില്ല, ആ ഡീലിന് ഒപ്പ് വെച്ചുകൊണ്ട് ബ്രസീലിലേക്ക് നേരെ ചെല്ലുകയാണ്. ബ്രസീൽ എത്തിയാൽ തന്നെ ആമസോൺ കാട്ടിലേക്ക് പോകണമെങ്കിൽ മറ്റൊരു ഫ്ലൈറ്റ് കയറണം. അങ്ങനെ ഇപ്പോൾ അതുപോലൊരു ഫ്ലൈറ്റിലാണ് ആമസോൺ കാട്ടിലേക്ക് പറന്നു പോകുന്നത്. ആ ഫ്ലൈറ്റ് പോകുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാകും ആ ഫ്ലൈറ്റ് കുടിച്ചിരിക്കുന്നത് എന്തോ മുന്തിയനാണ്. ആടി ഒലിഞ്ഞ് പോകുന്നത് കാണുന്ന നേരം ബാക്കിന് നല്ല പേടിയാവുന്നുണ്ട്. എന്നാലും പൈലറ്റിന് തീരെ പേടിയില്ല, അങ്ങനെ ധൈര്യത്തിലാണ് ഇരിക്കുന്നത്. എന്നാൽ പുറത്തേക്ക് നോക്കുന്ന ബാക്ക് കാണുന്നത് ഒടിയാറായ വിമാനത്തിന്റെ ചിറക് സെല്ലോട്ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. എന്നാലും ഇനി പേടിച്ചിരുന്നൊരു കാര്യമൊന്നുമില്ലല്ലോ, എങ്ങനെയും താഴെ ഇറങ്ങിയേ പറ്റൂ. അങ്ങനെ അവർ കാടിന്റെ കുറെ നടുക്കലേക്ക് എത്തുന്ന നേരം അവിടെ കാടിന് നടുവിലായിട്ട് ഒരു റൺവേ ഉണ്ട്. അവിടേക്കാണ് ഈ വിമാനം പറന്നിറക്കേണ്ടത്. എന്നാൽ ട്രാക്കിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് മനസ്സിലാവുക ട്രാക്കിൽ മുഴുവനും കാളുകളാണ്, അതുകൊണ്ട് താഴേക്ക് ഇറക്കാൻ പറ്റില്ല. നമ്മുടെ ആൾ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കുന്ന നേരം പൈലറ്റ് വിമാനം താത്തിയിട്ട് കാളുകളെല്ലാം പേടിപ്പിക്കുകയാണ്, ശബ്ദം ഉണ്ടാക്കി പേടിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോഴേക്ക് അങ്ങനെ വിമാനം അവിടെ കൊണ്ട് ചെന്ന് ഇറക്കും. എന്നാലും വിമാനം കുറച്ച് മുന്നിലേക്ക് പോകുമല്ലോ, അതിനൊന്നും അയാൾ സമ്മതിക്കില്ല. വിമാനം ഡ്രിഫ്റ്റ് ചെയ്ത് സ്കിഡ് ചെയ്തിട്ടാണ് നിർത്തുക. ഇനി ബാക്കിന് ഇവിടെ ഇറങ്ങിയാൽ തന്നെ അങ്ങരുടെ മകൻ വാക്കറെ കണ്ടുപിടിക്കാനായിട്ട് അങ്ങ് ഇറങ്ങി പോകാൻ പറ്റില്ല. ഒരാളോട് പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമുണ്ട്. ഹാച്ചർ എന്നാണ് അങ്ങരുടെ പേര്. അമേരിക്കയിൽ നിന്നും ബ്രസീലിലേക്ക് വന്ന് ഇവിടെയുള്ള എൽഡൊറാഡോ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയുള്ള ജനങ്ങളെല്ലാം അടിമകളാക്കി അവിടെ ഒരു ഖനി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങേര്. ഖനി എന്ന് പറഞ്ഞാൽ സ്വർണ്ണഖനിയാണ്. എന്നിരുന്നാലും ഇഷ്ടംപോലെ സ്വർണ്ണം കിട്ടുമെന്ന് വിചാരിക്കേണ്ട, ഇഷ്ടംപോലെ തെരഞ്ഞാൽ കുറച്ച് സ്വർണ്ണം കിട്ടും, അതുപോലൊരു വലിയ ഖനി. അങ്ങനെ അങ്ങേരെ കാണാനായിട്ട് ബെക്ക് പൈലറ്റിന്റെ കൂടെ ജീപ്പിൽ എൽഡൊറാഡോയിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ഖനിയിൽ നിന്നും ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആളുകളെല്ലാം കാണാൻ പറ്റും. എന്നാൽ അവരുടെ മുഖത്തൊന്നും സന്തോഷമല്ല, കണ്ടാൽ തന്നെ മനസ്സിലാകും അടിമകളെ പോലെയാണ് അവരിവിടെയെല്ലാം ജോലി ചെയ്യുന്നത്. അതേ സമയത്ത് ബാക്ക് തെരഞ്ഞു വന്ന ആ ആശാന്റെ മകൻ വാക്കർ ഒരു ബാറിലേക്ക് കയറി വരികയാണ്. അവൻ തെരഞ്ഞു വന്നിരുന്ന ആ നിധി എവിടെയാണെന്ന് അവൻ ഏകദേശം മനസ്സിലായി. അതിന്റെ പേര് ഗാറ്റോ എന്നാണ്. അത് മുഴുവനും സ്വർണ്ണത്താൽ നിർമ്മിക്കപ്പെട്ട ഒരു പ്രതിമയാണ്. അതിന്റെ അടുത്തേക്ക് ചെന്ന് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ അവൻ ഇനി ഒരു ബോട്ടിന്റെ ആവശ്യമുണ്ട്. ആയതിനാൽ ഒരു ബോട്ട് കിടക്കുമാന്ന് ആ ബാറിൽ ജോലി ചെയ്യുന്ന സ്ത്രീയോട് ചോദിക്കുന്ന നേരം അവള് പറയും, നീ ഇന്നാൾ എൻ്റെ കാർ കൊണ്ടുപോയി, അതിന്റെ വിൻഷീൽഡ് ഇല്ലാതെയാണ് നീ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നത്. അതിനുശേഷം എൻ്റെ അനിയന്റെ സ്കൂട്ടർ കൊണ്ടുപോയി, അതിന്റെ അഡ്രസ്സ് പോലും എവിടെയാണെന്ന് നിനക്കും അറിയില്ല, എനിക്കും അറിയില്ല. ഇനിയിപ്പം ഞാൻ നിനക്കൊരു ബോട്ട് കൂടി തരണം എന്നാണോ പറയുന്നത്? അതിനെനിക്ക് പറ്റില്ല എന്ന് അവൾ പറയുന്ന നേരം അവൻ വീണ്ടും ചോദിക്കുകയാണ്. അവസാനം അവൾ പറയും, ഓക്കെ ഞാൻ ബോട്ട് തരാം, പക്ഷേ ആ നിധി എടുക്കാൻ പോകുമ്പോൾ നിന്റെ കൂടെ ഞാൻ വരും, അതിന്റെ 50-50 ആയിട്ട് നമ്മൾ ഭാഗിക്കുകയും ചെയ്യും, എന്താ നിനക്ക് പറ്റുമോ? അതിനവൻ പറയും 50-50 പറ്റില്ല, 80-20. അതിനവൾ പറയും 50-50. എന്നാൽ 70-30. എന്നാൽ അവൾക്ക് അതൊന്നും പറ്റില്ല, അവൾക്ക് 50-50 കിട്ടിയേ പറ്റൂ. അതേ സമയത്ത് ഇവിടെ ബാക്ക് ആ ഖനി കൊണ്ട് നടത്തുന്ന ഹാച്ചറിന്റെ ഏരിയയിലെത്തി. അവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ പട്ടാളക്കാരുണ്ട്. അതിലൊരുത്തൻ ഹാച്ചറുടെ അനിയൻ തന്നെയാണ്. അവനാണെങ്കിൽ നമ്മുടെ ആളെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കയ്യിൽ ഗണ്ണൊന്നുമില്ല. നിന്റെ കയ്യിൽ എന്താ ഗണ്ണൊന്നുമില്ല, നീ അമേരിക്കയിൽ നിന്ന് തന്നെ അല്ലേ വരുന്നതെന്ന് ചോദിക്കും. നമ്മുടെ ആൾ പറയും, എനിക്ക് ഗണ്ണ് ഇഷ്ടമല്ല, ഞാനത് യൂസ് ചെയ്യാറില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് കയറി ചെല്ലുക. അതേ സമയത്താണ് അവിടെ ഒരു തൊഴിലാളി അവൻ കൊടുത്ത ഗോൾഡിന് മതിയായ കാശ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. എങ്ങനെയോ കഷ്ടപ്പെട്ട് പണിയെടുത്താണ് അവന് കുറച്ചെങ്കിലും ഗോൾഡ് കിട്ടുന്നത്. ആ ഗോൾഡിന് മതിയായ പൈസ കിട്ടിയില്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഗോൾഡ് ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞെടുക്കുന്ന നേരം പെട്ടെന്നാണ് ഒരു ചാട്ടവാർ അവൻ്റെ കയ്യിൽ ലോക്ക് ചെയ്യുക. അടുത്ത ചാട്ടവാർ അവൻ ഗോൾഡ് പിടിച്ചിരുന്ന കൈക്കിട്ട് ഒരൊറ്റ അടിയാണ്, അവനത് വിട്ടുപോകും, അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അതെല്ലാം കണ്ടോണ്ടാണ് നമ്മുടെ ആൾ അകത്തേക്ക് കയറി ചെല്ലുന്നത്. അകത്ത് ചെല്ലുമ്പോൾ തന്നെ ഹാച്ചർ ചോദിക്കും, നീ എന്തിനാ അങ്ങോട്ട് വന്നേ? നമ്മുടെ ആൾ വാക്കറിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്ന നേരം അങ്ങനെ പറയും, ഹോ ട്രാവിസ് വാക്കർ, അവനൊരു ട്രഷർ ഹണ്ടർ ആണ്. ഈ ഖനിക്ക് ചുറ്റുമായിട്ട് അവൻ എന്തെങ്കിലും കിട്ടുമെന്ന് കുറെ കാലമായി തിരയുന്നു. നീ ഇവനെ പിടിക്കാനാണോ ഇങ്ങോട്ട് വന്നേ? നീ ഇവനുമായിട്ട് എന്തിടപെടാന്ന് ചോദിക്കുന്ന നേരം ഞങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ ബിസിനസ് ആണ് ബാക്ക് തിരിച്ചും പറയും. അങ്ങനെയാണെങ്കിൽ നീ നേരെ ഇങ്ങോട്ട് എന്തിനാ വന്നേ? നിനക്ക് നേരെ ചെന്ന് അവനെങ്ങ് പിടിച്ചാൽ പോരെന്ന് ചോദിക്കുന്ന നേരം നമ്മുടെ ആൾ പറയും, ഞാൻ ഒരുത്തൻ്റെ വീട്ടിൽ ചെന്നാൽ അവിടെയുള്ള ഫ്രിഡ്ജ് തുറക്കണമെങ്കിൽ എനിക്ക് അവൻ്റെ സമ്മതം വേണം, അതുപോലൊരു സമ്മതം കിട്ടാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. അങ്ങനെ തൊട്ട് പിന്നിലുള്ള ഒരു കർട്ടൻ നീക്കിയിട്ട് കാണിച്ചു കൊടുത്ത് ചോദിക്കും, ഇതാണ് എൻ്റെ ഫ്രിഡ്ജ്,
ഇവിടെ നിന്നാണോ നീ അവനെ പിടിക്കാൻ പോകുന്നത്? ഒന്ന് നോക്ക്, നിനക്ക് അവനെ കാണാനെങ്കിലും പറ്റുമോ? നോക്കുന്നേരം അവനെ കാണാൻ പറ്റില്ലെങ്കിലും ഖനിയിൽ ഇഷ്ടംപോലെ ആളുകൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന കാണാം. അവരെ എല്ലാം കഷ്ടപ്പെട്ട് ജോലി ചെയ്യിപ്പിക്കുകയാണ്. ജോലി ചെയ്തില്ലെങ്കിൽ അടി കിട്ടും. അതുകൊണ്ട് തന്നെ ഒരു നിവൃത്തിയില്ലാതെയാണ് ആ ഖനിയിൽ എല്ലാവരും ജോലി ചെയ്യുന്നത്. എന്തായാലും ഹാച്ചർ പറയും, അവനെ പിടിക്കുന്ന കാര്യത്തിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ഉപദ്രവം ഉണ്ടാവേണ്ടെന്നുണ്ടെങ്കിൽ ഒരു $10,000 ആവശ്യമുണ്ട്. നമ്മുടെ ആൾ പിന്നെ ഒന്നും നോക്കില്ല, ആ $10,000 കൊടുത്തോണ്ട് പിന്നെ വാക്കറിനെ പിടിക്കാനായിട്ട് പുറത്തിറങ്ങാണ്. നേരെ പൈലറ്റിന്റെ അടുത്ത് ചെന്ന് അവന്റെ ബാഗും ഏൽപ്പിച്ച് $1,000 അങ്ങേരുടെ ജീപ്പും വാടകയ്ക്ക് എടുത്താണ് അവിടുന്ന് പോകുന്നത്. നേരെ ചെല്ലുന്നത് വാക്കർ നേരത്തെ കയറിയിരുന്ന ബാറിലായിരുന്നോ അങ്ങോട്ടാണ്. ഒരു നാട്ടിൽ ചെന്നാൽ അവിടുത്തെ ആരെങ്കിലും കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ചായക്കടയിൽ കയറിയാൽ മതി എന്ന് പറയുന്ന പോലെയാണ്. ഒരു നാട്ടിൽ ചെന്നാൽ അവിടെ ഒരു ബാറുണ്ടെങ്കിൽ അവിടെ കയറിയാൽ മതി, ആ നാട്ടുകാരെ കുറിച്ചെല്ലാം മനസ്സിലാവും. ബാറിൽ കയറിയാൽ മാത്രം മതി, അവിടുന്ന് 2 അടിക്കാൻ നിൽക്കരുത്. എന്തായാലും അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ബാർ നടത്തുന്ന സ്ത്രീയാണ് അവിടെ ഇരിക്കുന്നത്. അവൾ വലിയ മെയിൻ ഒന്നും ചെയ്യുന്നില്ല. കുറച്ച് കഴിയുന്നേരം നമ്മുടെ ആൾ അമേരിക്കൻ ആണോ എന്ന് ചോദിക്കും. അതേന്ന് പറയുന്ന നേരം അവൾ മദ്യം ഒഴിച്ചു കൊടുക്കാനായിട്ട് ചെല്ലും. അവളുടെ പേര് മറീന എന്നാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് അവൾ ചോദിക്കുന്നേരാണ് അങ്ങോട്ട് വാക്കർ കയറി വരുന്നത്. വാക്കർ കയറിയെന്നുള്ള കാര്യം നമ്മുടെ ബെക്കിന് മനസ്സിലാവുകയും ചെയ്തു. ബെക്ക് പറയും, ഞാനൊരുത്തനെ തെരഞ്ഞിറങ്ങിയാണ്. അവന്റെ പേര് ട്രാവിസ് വാക്കർ, ബ്രൗൺ ഹെയർ, ബ്ലൂ ഷർട്ട്, അതുപോലെ ഒരു ജീൻസുമാണ് അവൻ എപ്പോഴും ധരിക്കുക. ഇത് കേൾക്കുന്ന വാക്കർ ഇതാരാന്ന് വിജൃംഭിച്ച് നോക്കി നിൽക്കുന്നേരം ബെക്ക് വീണ്ടും പറയാണ്, ഇപ്പോൾ അവന്റെ മുഖത്ത് ഒരു അത്ഭുതവും കാണാൻ പറ്റും. എന്തായാലും അവർ രണ്ടുപേരും അവിടെ നിന്ന് പരിചയപ്പെടും. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ ചോദിക്കുന്നേരം നമ്മുടെ ആൾ പറയും, ഞാൻ നിങ്ങൾക്ക് 2 ചോയ്സ് തരാം, എ ബി, അതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം. എന്നാൽ അത് പറയുന്നതിന് മുന്നേ അവൻ പറയും, എനിക്ക് എ മതി. ബാക്ക് പറയും, അതെന്തായാലും നന്നായി. നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറുന്നു, ലോസ് ആഞ്ചലസിൽ പോയി ഇറങ്ങുന്നു. അടിയില്ല, ഇടിയില്ല, എല്ല് പൊട്ടുന്ന പരിപാടിയില്ല, ചോര തെറിക്കുന്ന പരിപാടിയില്ല, എല്ലാം ശാന്തമായിട്ട് തീരും. ആട്ടെ, ഞാൻ എന്തിനാണ് നിങ്ങളുടെ കൂടെ ലോസ് ആഞ്ചലസിലേക്ക് വരുന്നത് ചോദിക്കുന്നേരം ബെക്ക് പറയും, നിന്റെ അച്ഛൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അത് കേൾക്കുന്ന അവന്റെ മുഖമാകെ ശോകമൂക്കാവും. അവന് മനസ്സിലായി അച്ഛൻ പറഞ്ഞയച്ചിരിക്കുന്ന ആളാണ് ഈ മുന്നിൽ വന്നിരിക്കുന്നതെന്ന്. ഓപ്ഷൻ ബി ഉണ്ടോ എന്ന് ചോദിക്കുന്ന നേരം ബെക്ക് പറയും, ഓപ്ഷൻ ബി ഉണ്ട്, പക്ഷെ നേരത്തെ പറഞ്ഞതെല്ലാം ഞാൻ തന്നെ ചെയ്യിക്കും, അതാണ് ഓപ്ഷൻ ബി. ഓപ്ഷൻ സി ഉണ്ടോ എന്ന് ചോദിക്കുന്ന നേരം അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാന്ന് നമ്മുടെ ആൾ പറയും. എന്നാൽ പിന്നെ ഞാൻ ഈ ബിയർ കുടിക്കട്ടെ എന്ന് ചോദിച്ച് അവൻ ബിയർ കുടിക്കുന്നതിൻ്റെ ഇടയിൽ ബെക്കിന് അതിനോട് ഒരൊറ്റ അടിയാണ്. ബെക്ക് അത് ബ്ലോക്ക് ചെയ്ത് അവന്റെ നടുപ്പുറത്തിനിട്ട് ഒരൊറ്റ ഇടിയാണ്. അവൻ താഴെ വീഴുന്നേരം അവന്റെ 2 കൈയും പിടിച്ച് ലോക്ക് ചെയ്യും, ഹാൻഡ് കഫ് ചെയ്യും. എന്നിട്ട് അവനെ എടുത്ത് പുറത്തേക്ക് പോകാൻ നേരാണ് പുറത്തുനിന്ന് ഹാച്ചറും ടീമും അകത്തേക്ക് കയറി വരുന്നത്. ഓപ്ഷൻ സിയിൽ ചെറിയൊരു മാറ്റം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് കയറി വരിക. എനിക്കിവനെ വേണം, ഇവനെ നീ കൊണ്ടുപോയാൽ ശരിയാവില്ല. ഇവൻ ഇവിടെ നിന്ന് ഒരു നിധി കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് കിട്ടിയാൽ അത് എനിക്കുള്ള നിധിയാണ്. അത് കിട്ടുന്നവരെ നിനക്ക് ഇവിടെ നിന്ന് ഇവനെ കൊണ്ടുപോകാൻ പറ്റില്ല. എന്നാൽ ബെക്ക് ചോദിക്കും, നേരത്തെ നമ്മൾ $10,000 ഒരു ഡീല് ചെയ്താണ്, അത് നിങ്ങൾ മറന്നുപോയോ? അതിനങ്ങനെ പറയാ, അത് നിന്റെ ജീവന്റെ വിലയാണെന്ന് വിചാരിച്ചുകൊണ്ട് നീ ഇവിടെ നിന്ന് പുറത്തു പോയാൽ മതി. ഓക്കെ, നിന്റെ പ്രശ്നം കഴിഞ്ഞില്ലേ? എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ബെക്ക് അവനെ താഴെയിട്ട് ഗണ്ണ് പിടിച്ച് നിൽക്കുന്ന ആളുകളുടെ മേലേക്ക് ഒരു കസാരി എറിഞ്ഞ് കുറച്ച് അകലേക്ക് ചാടി ഒളിച്ചു നിൽക്കും. ഗണ്ണുള്ളവർ രണ്ടുപേരും തുരതുരാ ഷൂട്ടാണ്. എന്നാലും ബെക്ക് അവിടെ ഒളിച്ചുകളി കളിക്കുകയാണ്. നോക്കുകയാണ്, ഒളിച്ചിക്കാണ്, നോക്കുകയാണ്, ഒളിച്ചിക്കാണ്. ഒരു ഗ്യാപ്പ് കിട്ടുന്ന നേരം പുറത്തേക്ക് ഓടി വന്ന് ഗണ്ണ് പിടിച്ചിരിക്കുന്നവന്റെ കഴുത്തിൽ കാല് ലോക്ക് ചെയ്ത് തറയിൽ അവന്റെ തലയടിച്ച് മറ്റവനെയും താഴെയിട്ട് രണ്ടുപേരുടെയും ഗണ്ണ് കയ്യിലാക്കും. തൊട്ടു പിന്നാലെ വരുന്ന മൊട്ടച്ചേട്ടന്റെ അണ്ണാക്കിലേക്കാണ് ഗണ്ണ് വെച്ച് കൊടുക്കുക. ഇത് കാണുന്ന ഹാച്ചറാകെ ഞെട്ടിപ്പോകും. ഇവൻ ഇങ്ങനെ ഒരു മനുഷ്യനായിരുന്നു എന്നാണ് വിചാരിക്കുക. അത് കഴിഞ്ഞ് ബെക്ക് മൊട്ടച്ചേട്ടനായിട്ട് ഒരു ചവിട്ട് കൊടുക്കുന്ന ഗ്യാപ്പിൽ വാക്കർ രക്ഷപ്പെടാൻ നോക്കുകയാണ്. എന്നാൽ അവൻ ഗണ്ണിന്റെ മാഗസിൻ അവന്റെ കാലിന്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ വഴുതി അവൻ താഴെ വീണു പോകും. അവൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഗണ്ണ് യൂസ് ചെയ്യില്ല എന്ന്. അത് വെറുതെ പറഞ്ഞല്ല, ഫൈറ്റിനിടയിൽ ഗണ്ണ് യൂസ് ചെയ്യില്ല, കിട്ടിയാൽ തന്നെ അതുപോലെ തന്നെ പുറത്തേക്ക് ഒഴിവാക്കാണ് ചെയ്യുക. അന്നേരമാണ് മറ്റൊരുത്തൻ ഗണ്ണൊക്കെ കയ്യിൽ കിട്ടിയാൽ അത് അവിടെ തന്നെ വെക്കണ്ടടാ മണ്ടാന്ന് ചോദിച്ചുകൊണ്ട് ഒരു ചാട്ടവാറായിട്ട് വരുന്നത്. അതെടുത്ത് ഒരു ഒറ്റ വീഴ്ച കൊടുക്കുന്ന നേരം നമ്മളത് പിടിച്ചു കളയും. അതങ്ങനെ സംഭവിക്കുമെന്ന് അവൻ വിചാരിച്ചില്ല. എന്നാൽ അടുത്ത ചാട്ടവാർ അടിക്കാൻ നേരം അതിന്റെ മുന്നിലേക്ക് ഒരു സ്റ്റൂളിട്ട് കൊടുത്ത് ആ ഗ്യാപ്പിൽ അവനെയായിട്ട് അവിടുന്ന് രക്ഷപ്പെടുകയാണ്. എന്നാൽ പോകുന്ന വഴിക്ക് വാക്കർ ചോദിക്കും, ഈ നാട് ഭരിക്കുന്ന ഒരുത്തനെ പറ്റിച്ചുകൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? എന്നാൽ അവനോട് മിണ്ടാതിരിക്കാനാണ് നമ്മുടെ ആൾ പറയുന്നത്. അവനാണെങ്കിൽ വായ പൂട്ടുന്നില്ല. അവൻ പിന്നെ പറയാണ്, നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, അവരെന്തായാലും നമ്മളെ കണ്ടുപിടിക്കും, നിന്നെ കൊല്ലും, എന്നെ അവരെ കൊണ്ടുപോവുകയും ചെയ്യും. എന്നാൽ അതൊന്നും നമ്മുടെ ആൾ മെയിൻ ചെയ്യുന്നില്ല. വാക്കർ ചോദിക്കും, ഒരു വീഴ്ച വീഴുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? അതെന്താണെന്ന് നമ്മുടെ ആൾക്ക് മനസ്സിലാവുന്നതിന് മുന്നേ ആ സ്റ്റിയറിംഗ് പിടിച്ച് അവനെ ഒരൊറ്റ തിരിയാണ് നേരെ കൊക്കയിലേക്കാണ് വണ്ടി മറിയുന്നത്. അപ്പോഴേക്കും രണ്ടുപേരും വണ്ടിയിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു. എന്നാൽ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കുന്നേ ഉള്ളൂ, രക്ഷപ്പെട്ടിട്ടില്ല. ഇത് വലിയൊരു ചെരിവാണ്. അവരാണെങ്കിൽ മറിഞ്ഞ് താഴേക്ക് വീടുകൊണ്ടേ നിൽക്കുകയാണ്. എത്രയൊക്കെ താഴേക്ക് പോയിട്ടും അവിടെ നിൽക്കാനായിട്ട് ഒരു സ്ഥലം പോലും കിട്ടുന്നില്ല. അവിടെ മരങ്ങൾ മാത്രം ഉള്ളതുകൊണ്ട് തന്നെ മരത്തിലെല്ലാം അടിച്ചിടിച്ചുകൊണ്ട് അവർ വലിയൊരു വെള്ളക്കെട്ടിലേക്കാണ് ചെന്ന് വീഴുന്നത്. കൈക്കും കാലിനും എല്ലാം ഇഷ്ടംപോലെ പരിക്കുകൾ പറ്റിയിട്ടുണ്ടെന്നല്ലാതെ വേറൊന്നും പറ്റിയിട്ടില്ല. വേറൊന്നിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. പെട്ടെന്നാണ് അവരുടെ ജീപ്പ് അവരുടെ തൊട്ട് മുന്നിലേക്ക് വന്ന് വീഴുക. അതും കൂടെ ആവുന്ന നേരം നമ്മുടെ ബെക്കാണെങ്കിൽ എഴുന്നേൽക്കാൻ പോലും പറ്റാതെ അവിടെ കിടക്കുകയാണ്. എന്നാൽ ഹാൻഡ് കഫ് ചെയ്ത് വെച്ചിരിക്കുന്ന വാക്കർ ബെക്കിന്റെ അടുത്ത് വന്ന് അവന്റെ പോക്കറ്റിൽ നിന്ന് കീ എടുക്കും. അങ്ങനെ ഹാൻഡ് കഫ് ഊരിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ്. എന്നാൽ അവന്റെ കാലിന് കാര്യമായിട്ട് ഒരു പരിക്ക് പറ്റിയതുകൊണ്ട് തന്നെ അവന് പെട്ടെന്ന് പോകാനായിട്ട് പറ്റുന്നില്ല. എന്നാൽ പെട്ടെന്നാണ് തൊട്ട് പിന്നാലെ തന്നെ ബാക്ക് എത്തുന്നത്. ഈ ബാക്കെന്ന് വിളിക്കുന്നതിൽ വലിയൊരു സുഖം കിട്ടുന്നില്ല. അതുകൊണ്ട് റോക്കെന്ന് തന്നെ വിളിച്ചാലോ? പെട്ടെന്ന് ബാക്കിൽ റോക്കിനെ കാണുന്ന നേരം അവൻ എഴുന്നേറ്റ് നിന്ന്, നിങ്ങൾ എന്നെ പിടിക്കാനായിട്ട് വരണ്ട, ഞാൻ ഈ നിധി കണ്ടുപിടിച്ചിട്ടേ ഇവിടുന്ന് വരാൻ
വരാൻ പോകുന്നുള്ളൂ. എന്നാൽ റോക്കിനെന്ത് നിധി, പറഞ്ഞ പണി പറഞ്ഞ പോലെ തീർത്തു കൊടുക്കണമല്ലോ. നിന്നെ ഞാൻ നിന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകുമെന്ന് പറയുന്ന നേരം അവൻ എന്നാ പിന്നെ അടിച്ചിട്ട് തീർക്കാന്നാണ് വിചാരിക്കുന്നത്. വാക്കർ കൈയും കാലും എല്ലാം കറക്കി ബ്രസീലിയൻ സ്റ്റൈൽ അടിക്കാനാണ് വിചാരിക്കുന്നത്. റോക്കിന് അടിക്കാനായിട്ട് ചെല്ലുമ്പോഴേക്ക് റോക്ക് ഒരൊറ്റ ഇടി കൊടുക്കും. പിന്നെ അടിക്കാനായിട്ട് ചെല്ലുമ്പോഴേക്ക് പിന്നെ ഒരൊറ്റ ഇടി കൊടുക്കും. ഇതിങ്ങനെ മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലാവുന്ന നേരം അവസാന തടവെടുക്കും. ആ നിധി കിട്ടിയാൽ അതിന്റെ 80-20 ആക്കിയിട്ട് നമുക്ക് ഷെയർ ചെയ്യാം. എന്നാൽ ഇതൊന്നും നമ്മുടെ ആൾ മെയിൻ ചെയ്യുന്നില്ല. അതേസമയത്ത് ഹാച്ചറും ടീമും നമ്മുടെ ടീമിനെ തെരഞ്ഞിറങ്ങിയിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ അവരുടെ വണ്ടി മറഞ്ഞ നമ്മുടെ ടീമിന്റെ വണ്ടി മറഞ്ഞതിന്റെ പാട് ഹാച്ചർ കാണുന്നുണ്ട്. അവൻ അവന്റെ അനിയൻ കുട്ടനോട് ചോദിക്കും, അവരിങ്ങോട്ട് മറഞ്ഞു വീണതാണെങ്കിൽ അവർ രക്ഷപ്പെടുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അതിനവൻ പറയും, ഇഷ്ടം പോലെ അവരെന്തായാലും രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ചാൻസ് ഇല്ലാന്ന് പറഞ്ഞാലും അത് ഉറപ്പുവരുത്തണമല്ലോ, എങ്ങനെയാലും അവരെ കണ്ടുപിടിച്ചല്ലേ പറ്റൂ. അങ്ങനെ അവരെല്ലാവരും കൂടെ പടയായിട്ട് അപ്പം തന്നെ കാട്ടിലേക്ക് ഇറങ്ങാണ്. ഇവിടെ നമ്മുടെ ടീമാണെങ്കിൽ കാട്ടിക്കൂടെ എങ്ങോട്ടൊന്നുമില്ലാതെ അങ്ങനെ പോവാണ്. പോകുന്ന വഴിക്ക് വാക്കർ ചോദിക്കും, നിനക്ക് അവിടെ നിന്നും ഗണ്ണ് കിട്ടിയിട്ട് നീ എന്തുകൊണ്ട് ഷൂട്ട് ചെയ്തില്ല? റോക്ക് പറയും, ഞാൻ ഗണ്ണ് യൂസ് ചെയ്താൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാൻ പോകാന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഗണ്ണ് യൂസ് ചെയ്യാറില്ല. ഇതിന്റെ ഇടക്കെല്ലാം വാക്കർ എങ്ങനെയെങ്കിലും റോക്കിനെ ഇവിടെ നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവിടെ എങ്ങനെയെങ്കിലും നിന്ന് കിട്ടിയാലേ അവന്റെ നിധി കണ്ടുപിടിക്കാനായിട്ട് പറ്റൂ. എന്നാൽ ഈ സമയത്തും നമ്മുടെ ടീമിനെ പിടിക്കാനായിട്ട് തെരച്ചിൽ ഒന്നുകൂടെ ശക്തമാക്കിയിട്ടുണ്ട്. കാടിന്റെ 4 മുക്കിലും എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയും കണ്ടുപിടിക്കാനായിട്ട്. ഇവിടെ നടക്കുന്നതിന്റെ ഇടയിൽ വാക്കർ പറയും, എനിക്ക് മൂത്രമൊഴിക്കാനുണ്ട്, മൂത്രമൊഴിക്കാതെ എനിക്ക് ഒരു അടി മുന്നോട്ട് നടക്കാൻ പറ്റില്ല, അത് നീ നിന്റെ പേരിൽ തന്നെ ഒഴിച്ചാൽ മതിയെന്ന് റോക്ക് പറയുന്ന നേരം അവനതിന് സമ്മതിക്കുന്നില്ല. അവൻ എങ്ങനെയും അവിടെ എവിടെയെങ്കിലും മൂത്രം ഒഴിച്ചേ പറ്റൂ. അത് മനസ്സിലാവുന്ന റോക്ക് അവനോട് തെക്കോട്ട് നോക്കി നിൽക്കാൻ പറഞ്ഞ് അവന്റെ സിബ് അഴിച്ചു കൊടുക്കും. എന്നിരുന്നാലും മൂത്രം ഒഴിക്കണമെങ്കിൽ എങ്ങനെയാലും ഒന്ന് പുറത്തേക്ക് കിട്ടണ്ടേ, നീ ഒന്ന് എനിക്ക് പുറത്തേക്ക് വെച്ച് തരുമെന്ന് ചോദിക്കുന്ന നേരം റോക്ക് പറയും, നിനക്ക് 30 സെക്കൻഡ് സമയം തരാം, അതിനുള്ളിൽ നീ എന്താന്ന് വെച്ചാൽ കാട്ടിക്കോ. കൈ പിന്നിലേക്ക് ഹാൻഡ് കഫ് ചെയ്ത് വെച്ചിരിക്കാത്തതുകൊണ്ട് തന്നെ അവന് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവൻ അവിടെ ചെന്ന് മൂത്രമൊഴിക്കാനുള്ള സ്ഥലത്ത് ചെന്ന് ചാടി നോക്കുകയാണ്. എന്ത് ചെയ്യാനാ, വിധിയാണ് മനുഷ്യന്മാരെ ഓരോ കലാകാരന്മാരാക്കി മാറ്റുന്നത്. അവസാനം അവൻ എങ്ങനെയൊക്കെയോ മൂത്രം ഒഴിക്കും. അതേ സമയത്താണ് റോക്ക് കാല് വെച്ച ഭാഗത്ത് എന്തോന്ന് ചവിട്ടിയ പോലെ തോന്നുന്നത്. അതേസമയം തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു മരക്കുറ്റി താഴേക്ക് വീഴുന്നുണ്ട്. പെട്ടെന്നൊരു വള്ളി വന്ന് റോക്കിനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുമ്പോഴാണ് മനസ്സിലാവുക അവനൊരു ട്രാപ്പിൽ ഇപ്പോൾ പെട്ട് കിടക്കുകയാണ്. തിരിഞ്ഞു നോക്കുന്ന വാക്കറിനാണെങ്കിൽ ലോട്ടറി അടിച്ച പോലെയാണ്. റോക്കിന്റെ അടുത്തേക്ക് ചെല്ലുന്ന നേരം അവന്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സും ഹാൻഡ് കഫിന്റെ കീയും താഴേക്ക് വീഴും. അവൻ ആ കീ എടുത്ത് ലോക്കറിലെ ഊരി മാറ്റി ആ ഡയറി എടുത്ത്, ഇതിന്റെ ഡയറിയാണോ ജേണലാണോ ഇത്, ഞാൻ കൊണ്ടുപോട്ടെ എന്ന് ചോദിച്ച് റോക്കിനെ കളിപ്പിക്കുകയാണ്. അവനാണെങ്കിൽ അത് വാങ്ങാനായിട്ട് ശ്രമിക്കുന്ന നേരം നിനക്ക് 30 സെക്കൻഡ് തരാം, അതിനുള്ളിൽ നീ ഇത് പിടിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അവൻ കളിയാക്കി തിരിച്ച് നടക്കുകയാണ്. പെട്ടെന്നാണ് മറ്റൊരു വള്ളി വന്ന് അവനെ തൂക്കിയെടുത്ത് കൊണ്ടുപോവുക. അന്നേരം വാക്കർ പറയും, ഞാൻ നിന്നോട് ഡയറി തരില്ല എന്ന് വെറുതെ പറഞ്ഞല്ലേ, ഞാൻ നിനക്ക് തരും, ഞാൻ നിനക്ക് തരുമല്ലോ. അവന്റെ മോന്തക്കിട്ട് ഒരു ഒറ്റ ഇടി കൊടുത്ത് റോക്ക് ആ ഡയറി എടുത്ത് അവന്റെ പോക്കറ്റിൽ വെക്കും. എന്നിരുന്നാലും അവിടുന്ന് രക്ഷപ്പെടണ്ടേ. രണ്ടുപേരും കൂടി ആടി ഉലഞ്ഞൊരു മരത്തിൽ പിടിക്കും. അപ്പോഴാണ് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. കടുവൊക്കെ ശബ്ദം ഉണ്ടാക്കുന്ന പോലെയുള്ള ഒരു ശബ്ദം. കണ്ണ് തുറക്കുമ്പോഴാണ് കാണുക നേരെ മുന്നിൽ തന്നെ ഒരു കുരങ്ങാട് വന്ന് നിൽക്കുന്നത്. അതിന്റെ പല്ലാണെങ്കിൽ കൂർത്ത് കിടക്കുന്ന ഒരു പല്ലു. പിടിച്ച മരത്തിന്റെ പിടിയാണെങ്കിൽ അതുപോലെ തന്നെ വിട്ടുകൊടുക്കും. അവർ വീണ്ടും കിടന്ന് ആടുകയാണ്. എന്നാലും കുരങ്ങന്മാർ ചാടിയിട്ട് അവരെ ആക്രമിക്കാനായിട്ട് നോക്കുന്നവരാണ് ദൂരെ നിന്നും ഒരു തോക്ക് പൊട്ടുന്ന ശബ്ദം. നോക്കുന്നേരം കുറച്ച് ബ്രസീലിയൻ ബഡ്ഡീസ് കാട്ടിൽ നിന്ന് തോക്കുമൊക്കെ ആയിട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അവരാരാന്ന് വെച്ചാൽ ഈ നാട്ടിലേക്ക് ഹാച്ചർ വന്ന് അവനൊരു ഖനിയം തുടങ്ങി ഈ നാട്ടുകാർ തന്നെ അടിമകളാക്കിയില്ലേ, അതൊന്നും ഇഷ്ടപ്പെടാത്ത കുറച്ച് ആളുകളാണ് ഇവർ. ഹാച്ചറിന്റെ കയ്യിൽ നിന്ന് ഈ നാടിന് എങ്ങനെയെങ്കിലും സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കാനായിട്ട് കഷ്ടപ്പെടുന്ന ആളുകളാണ് അവരതിനായിട്ട് ഒളിപ്പോരാണ് നടത്തുന്നത്. എന്തായാലും അവർ നമ്മുടെ ടീമിനെ പിടിച്ച് കെട്ടിയിട്ട് ചോദ്യം ചെയ്യാനായിട്ട് വരികയാണ്. വരുന്നേരം വാക്കർ പറയും, അവന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിൽക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റൂ. നമ്മുടെ ആൾ ചോദിക്കും, അവനെ അങ്ങനെ തന്നെ നോക്കി നിന്നാൽ അവനെ കളിയാക്കുന്നതിന് തുല്യമല്ലേ അത്, അതങ്ങനെയൊന്നുമല്ല, നീ അവന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നാൽ മതിയെന്ന് പറഞ്ഞ് വാക്കർ മറ്റൊരു സ്ഥലത്തേക്കാണ് നോക്കി നിൽക്കുന്നത്. എന്നാൽ റോക്കിന്റെ മട്ടും ഭാവവും കണ്ടിട്ട് വരുന്നവൻ വിചാരിക്കുക അവൻ ഹെയ്ച്ചറിന്റെ ആളാണെന്നാണ്. എന്താടോ ഉണ്ടക്കണ്ട, നീ എന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നതെന്ന് അവൻ പോർച്ചുഗീസ് ഭാഷയിൽ ചോദിക്കും. എന്നാൽ റോക്കിന് മനസ്സിലാവില്ല. റോക്ക് അതുപോലെ തന്നെ കണ്ണുരുട്ടി വെച്ച് നോക്കിയിരിക്കുകയാണ്. അന്നേരം വാക്കർ പറഞ്ഞെടുക്കും, ഇവൻ ഹെയ്ച്ചറിന്റെ ആളാണ്, അവൻ നമ്മളെല്ലാവരെയും കൊല്ലാനായിട്ട് വന്നിരിക്കുന്നവനാണ്, പോർച്ചുഗീസ് ഭാഷയിലാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ റോക്കിന് മനസ്സിലാവില്ല. അവരുടെ മുഖഭാവം ഒരുമിച്ച് മാറുന്ന കാണുന്ന നേരം റോക്കിനും മനസ്സിലാകും എന്തോ ഒരു പണി കിട്ടാൻ പോവാണെന്ന്. ഇതെന്താ സംഭവം എന്ന് അവൻ മെല്ലെ വാക്കറിനോട് ചോദിക്കും. എന്നാൽ വാക്കർ പറയാണ്, ഇവൻ നിങ്ങളെല്ലാവരെയും കളിയാക്കിയിട്ട് എന്നോട് സംസാരിക്കുകയാണ്. എന്തായാലും ബ്രസീലിയൻ ബഡ്ഡീസ് വിചാരിക്കും അവൻ കൊല്ലാനായിട്ട് വന്ന ആളല്ലേ, കൊല്ലാനായിട്ട് ഒരു ചാൻസ് കൊടുക്കാമെന്ന് വിചാരിച്ച് അവന്റെ കയ്യിലെ കെട്ടെല്ലാം ഊരിയിട്ട് അവരുടെ നടുവിലേക്ക് ഇറക്കി വിടുകയാണ്. എല്ലാവരെയും നോക്കിയിട്ട് എനിക്കൊരു യുദ്ധത്തിന് താല്പര്യമില്ലാന്ന് റോക്ക് പറയുന്നേരാണ് ഒരുത്തം മരത്തിൽ നിന്ന് തൂങ്ങി വന്ന ഒരൊറ്റ ഇടി കൊടുക്കുന്നത്. അതിന്റെ ഹാങ് ഓവർ എല്ലാം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്ക് ഒരു ബ്രൂസ്ലി കുട്ടം വന്ന് ഇടിയോടിടി. അവൻ 15 ഇടി ഇടിക്കുന്ന നേരം റോക്കിന് തിരിച്ച് ഒരൊറ്റ ഇടി കൊടുക്കാനാണ് പറ്റുന്നത്. എത്ര വലിയ ശരീരമുള്ളവനാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ഫൈറ്റിൽ സ്പീഡില്ലെങ്കിൽ എല്ലാം പോയി. എന്നാൽ എപ്പോഴും ഇങ്ങനെ ഇടി വാങ്ങിയാൽ ശരിയാവില്ലല്ലോ, തിരിച്ചെന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കണ്ടേ. അങ്ങനെ രണ്ടെണ്ണത്തിന് പിടിച്ച് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടെണ്ണം വള്ളിയിൽ വന്ന് റോക്കിന് പിടിച്ച ഒരൊറ്റ ഏറ് കൊടുക്കുന്നത്. അവിടെയുള്ള മരത്തിനെല്ലാം തട്ടിമുട്ടി താഴെ വീണ് കിടക്കുന്നവരാണ് ഒരുത്തനും കൂടി അടിക്കാൻ വരിക. പിന്നെ ഒന്നും നോക്കില്ല, അവനെടുത്ത് ഒരൊറ്റ ഏറാണ്. ഇത് കാണുന്ന ബ്രൂസ്ലി കുട്ടൻ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് വള്ളിയിൽ തൂങ്ങി അങ്ങോട്ട് ചെല്ലുന്നേരം അവന്റെ കാല് പിടിച്ച ഒരൊറ്റ ഏറ് കൊടുക്കും. പിന്നെ അവിടെ കണ്ട ഒരു മരത്തടി എടുത്ത് അടിയോടടി. അവസാനം ബ്രൂസ്ലി കുട്ടന്റെ നെഞ്ചത്ത് കത്തിയും വെച്ച് ഞാൻ നിന്റെ ശത്രുവല്ലാന്ന് പറയുമ്പോഴേക്ക് പിന്നെ അടിയാണ്. എന്നാൽ പെട്ടെന്നാണ് മേലേക്കൊരു ഗണ്ണ് പൊട്ടുന്ന ശബ്ദം. നോക്കുന്നേരം നേരത്തെ അവർ ബാറിൽ വെച്ച് കണ്ട പെണ്ണില്ലായിരുന്നോ മറീന, അവളാണ് അങ്ങോട്ട് വരുന്നത് ഗണ്ണുമായിട്ട്. ശരിക്കും അവളാണ് ഈ ടീമിന്റെ തല. പകൽ സമയത്ത്
തൊട്ടടുത്ത ബാറിൽ ജോലി ചെയ്തുകൊണ്ട് ഹേച്ചറിനെ ടീമിനെ അവൾ നിരീക്ഷിക്കും. രാത്രി ഇവിടെ വന്ന് തന്ത്രങ്ങളെല്ലാം മെനിയും. അവൾ എല്ലാവർക്കും വാക്കറിനെ കാണിച്ചു കൊടുത്ത് പറയും, എടാ മണ്ടന്മാരെ, ഇവനാണ് നിങ്ങളെ മണ്ടന്മാരാക്കുന്നത്. ഈ പെരുത്ത മനുഷ്യൻ അവനെ പിടിച്ചു കൊണ്ടുപോകാൻ വന്നിരിക്കുന്നവനാണ്. അങ്ങനെ അന്ന് രാത്രി അവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന നേരം ഹേച്ചർ ഉണ്ടായി കൊടുക്കുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മറീന റോക്കിനോട് പറഞ്ഞു കൊടുക്കും. ചുരുക്കി പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണോ ഉണ്ടാക്കി വെച്ചത്, അതുപോലെയാണ് ഹേച്ചർ ഇപ്പോൾ അവിടെ വന്ന് എൽഡോറാഡോയിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അവരെ ഇവിടെ നിന്ന് എങ്ങനെയും തുരത്തണമെന്നുണ്ടെങ്കിൽ ബ്രസീലിയൻ ടീമിന്റെ കയ്യിൽ ഇഷ്ടം പോലെ ആയുധങ്ങൾ വേണം. പക്ഷെ അത് വാങ്ങാനുള്ള കാശ് അവരുടെ കയ്യിലില്ല. പക്ഷേ മറീന അതിനും ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മുടെ വാക്കർ ഒരു ട്രഷർ കണ്ടുപിടിക്കാൻ നടക്കുകയാണല്ലോ, ഗാറ്റോ എന്ന് പറഞ്ഞ ഒരു നിധി കണ്ടുപിടിക്കാൻ നടക്കുകയാണല്ലോ. അവൻ എങ്ങനെയാലും അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു പാതി അവൾ എടുക്കും. പക്ഷേ നമ്മുടെ വാക്കർ അതിനൊന്നും സമ്മതിക്കില്ല. അവനത് മ്യൂസിയത്തിൽ കൊണ്ടുവെക്കണം എന്നാണ് പറയാ. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാൽ അവൻ ആ നിധി കൊണ്ടുവരുന്നവരെ മറീനയും ടീമും അവനെ വെറുതെ നിൽക്കാനായിട്ട് സമ്മതിക്കില്ല. പക്ഷേ ആ നിധി കണ്ടുപിടിക്കാനുള്ള എല്ലാ സഹായവും അവന് ചെയ്തു കൊടുക്കും. പക്ഷേ മറ്റൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ വാക്കർ ആ നിധി കണ്ടുപിടിക്കാതെ ഒരിക്കലും റോക്കിന് വാക്കറിനെ കൊണ്ടുപോകാൻ പറ്റില്ല. മറീനയും ടീമും സമ്മതിക്കില്ല. അന്നേരമാണ് ബ്രൂസ്ലി കൂട്ടം വന്ന് റോക്കിന് അവന്റെ മാല എടുത്ത് കൊടുക്കുന്നത്, അവന്റെ ഭാഗ്യമാല എടുത്ത് കൊടുക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ റോക്കിന്റെ അടിയിടികൾ കണ്ട് റോക്കിന്റെ വലിയൊരു ഫാൻ ആയിരിക്കുകയാണ് അവൻ. റോക്കിനോട് അവൻ എന്തോ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. എന്നാൽ ആ മാല വാങ്ങാനായിട്ട് റോക്ക് നിൽക്കുന്നില്ല. അവൻ അതിൽ താല്പര്യമില്ലാന്ന് മറീനയോട് പറയുന്ന നേരം മറീന പറയും, നിങ്ങളത് വാങ്ങിയില്ലെങ്കിൽ അത് അവനെ വേദനപ്പെടുത്തും. അതുകൊണ്ട് തന്നെ റോക്ക് അവന്റെ കയ്യിൽ നിന്ന് മാല എടുത്തിടും. എന്നാൽ കുറച്ച് കഴിയുമ്പോഴാണ് എവിടെ നിന്നോ തോക്ക് പൊട്ടുന്ന ശബ്ദം കേൾക്കുക. എവിടെ നിന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ അവരുടെ കൂടെയുള്ള ഒരു സോൾജിയർ ബുള്ളറ്റ് കൊണ്ട് വീഴുന്ന കാണുമ്പോഴാണ് അവരുടെ അടുത്തേക്കാണ് ഷോട്ട് വരുന്നതെന്ന് മനസ്സിലാവുക. എന്നാൽ പെട്ടെന്നാണ് ഹെയ്ച്ചറിന്റെ ആളുകൾ അങ്ങോട്ട് വരുന്നത്. നമ്മുടെ ടീമുകളെല്ലാം ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ ഷൂട്ട് ചെയ്ത് താഴെ ഇട്ടോണ്ട് നിൽക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഇടക്ക് വാക്കർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന നേരം റോക്ക് ഓടിച്ചെന്ന് അവനെ പിടിക്കുകയാണ്. എന്നാൽ അപ്പോഴാണ് ഹെയ്ച്ചറിന്റെ ഒരു സോൾജിയർ അങ്ങോട്ട് തോക്കുമായിട്ട് വരുന്നത്. ദൂരെ നിന്ന് മറീൻ അവനെ ഷൂട്ട് ചെയ്ത് താഴെ ഇടും. അങ്ങനെ അവരെല്ലാവരും കൂടെ രക്ഷപ്പെടാനായിട്ട് ഓട്ടുകയാണ്. എന്നാൽ അവരുടെ തൊട്ടു പിന്നിലാണ് ബ്രൂസ്ലി കുട്ടൻ ഓടി വരുന്നത്. അവൻ അവരുടെ അടുത്ത് എത്താനായിട്ട് പറ്റുന്നില്ല. എന്നാൽ അതിനു മുന്നേ ഹെയ്ച്ചറിന്റെ ആർമിക്കാർ വന്ന് അവനെ ഷൂട്ട് ചെയ്ത് താഴെ ഇട്ടു. നമ്മുടെ ടീമിനാണെങ്കിൽ ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല. ഇനി അവിടെ നിൽക്കുകയാണെങ്കിൽ ഷോട്ട് കൊണ്ട് മരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവരൊരു ബോട്ട് എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. പിറ്റേന്ന് രാവിലെ ആകുന്ന നേരം മറീന ആകെ ശോകമൂകിയായിട്ടാണ് ഇരിക്കുന്നത്. അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരും മരിച്ചു. ഇനി അവൾക്ക് ഈ നാട്ടിൽ എന്തെങ്കിലും ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ആ നിധി എങ്ങനെയാലും അവൾക്ക് കിട്ടിയേ പറ്റൂ. അതിന്റെ പാതി അവൾക്ക് എങ്ങനെയാലും കിട്ടിയേ പറ്റൂ. വാക്കർ, നീ എന്നെ ആ നിധിയുടെ അടുത്തേക്ക് കൊണ്ടുപോകണമെന്ന് പറയുന്ന നേരം വാക്കർ പറയും, എനിക്ക് നിന്നെ ആ നിധിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതിന്റെ ഒരു തുള്ളി പോലും എനിക്ക് നിനക്ക് തരാൻ പറ്റില്ല. അങ്ങനെ അവർ തമ്മിൽ വഴക്കാവുന്ന നേരം റോക്ക് മിണ്ടാതിരിക്കാൻ പറയും. അതിന് അവൾ ചോദിക്കും, ഞാൻ മിണ്ടാതിരിക്കണോ? ഇന്നലെ രാത്രി അവിടെ എന്താ സംഭവിച്ചതെന്ന് നിനക്കറിയില്ലേ? ഇനിയും ഞാൻ മിണ്ടാതിരിക്കണം എന്നാണോ നീ പറയുന്നത്? വാക്കർ, നിന്നോട് അവസാനമായിട്ട് പറയാണ്, നീ എനിക്ക് ആ നിധി കണ്ടുപിടിച്ച് തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ഷൂട്ട് ചെയ്യും. അങ്ങനാണെങ്കിൽ നീ എന്നെ ഷൂട്ട് ചെയ്യുന്നു പറയുമ്പോഴേക്ക് അവൾ ഷൂട്ട് ചെയ്തു. എന്നാൽ റോക്ക് പിടിച്ചു വെച്ചതുകൊണ്ട് എങ്ങനെയോ അവൻ രക്ഷപ്പെടാണ് ചെയ്തത്. എന്തായാലും ഇപ്പം 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ട് കിടക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു ഡീൽ എടുത്തേ പറ്റൂ. അതുകൊണ്ട് റോക്ക് പറയും, ആ നിധി കണ്ടുപിടിക്കുന്നവരെ നിങ്ങളുടെ കൂടെ ഞാനുണ്ടാകും. അതിന്റെ പാതി ഞാൻ നിനക്ക് തരികയും ചെയ്യും. അത് കഴിഞ്ഞവനെ ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും. ശരിക്കും വാക്കർ കണ്ടുപിടിക്കാൻ പോകുന്ന നിധിയിൽ റോക്കിന് ഇടപെടാനൊന്നും പറ്റില്ല. കാരണം അത് അവൻ കണ്ടുപിടിക്കുന്ന നിധിയല്ലേ. പക്ഷെ അതിനോട് അവനേക്കാൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അവക്കാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് കൊടുത്തേ പറ്റൂന്ന് റോക്ക് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ടീമിനെ തിരയുന്നതെല്ലാം ഊർജിതമാക്കിയിട്ടുണ്ട്. അവരെല്ലാവരും ഇപ്പൊ പെട്ടെന്നാണ് തെരച്ചിലെല്ലാം നടത്തുന്നത്. മൊട്ടച്ചേട്ടനാണെങ്കിൽ ഗണ്ണ് ലോഡ് ചെയ്ത് വെച്ചാണ് വണ്ടിയിൽ പോവുക. അവരെ കണ്ടാൽ അപ്പം തന്നെ ഷൂട്ട് ചെയ്യണേ. ഇവിടെയാണെങ്കിൽ നമ്മുടെ ടീം നടന്ന് ഒരു വെള്ളച്ചാട്ടത്തിനടുത്താണ് എത്തിപ്പെടുക. ആ വെള്ളച്ചാട്ടത്തിന്റെ പിന്നിൽ ഒരു ചെറിയ ഗുഹയുണ്ട്. അങ്ങോട്ടാണ് അവർക്ക് ചെല്ലേണ്ടത്. എന്നാൽ അതിന് ആദ്യം ഈ വെള്ളം നീന്തി കിടക്കുകയും വേണം. അതിനായിട്ട് റോക്ക് ഡ്രസ്സ് അഴിച്ചു വെക്കുന്ന നേരം മറീന പറയും, ഡ്രസ്സ് അഴിച്ചു വെക്കുന്നതൊക്കെ ശരി, പക്ഷെ നീന്തി അപ്പുറത്തുന്ന നേരം എന്തെങ്കിലും മിസ്സായാലും പിന്നെ പറയാൻ നിൽക്കരുത്. അത് കേൾക്കുന്ന റോക്കിന് മനസ്സിലാകും എന്താണ് മിസ്സാകാൻ പോകുന്നത്. അവൻ അപ്പം തന്നെ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് പിന്നെ നീന്തുക. അങ്ങനെ നീന്തിയവർ വെള്ളച്ചാട്ടത്തിന് പിന്നിലൂടെ അകത്തുള്ള ഗുഹയിലേക്ക് കയറി ചെല്ലും. ഇനി ഇവിടെ എവിടെയോ ആണ് ഈ നിധി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. വാക്കർ തൊട്ടു മേലെയുള്ള ഒരു ഗുഹയിലേക്ക് കയറി ചെല്ലും. അവിടെയാണെങ്കിൽ എന്തോ ഒരു സ്മെല്ല് വ്യത്യാസം. അവനൊരു തീപ്പട്ടിക്കൊള്ളി ഒരുതി വെക്കുമ്പോഴാണ് അതെല്ലാം കത്തിപ്പിടിക്കുന്നത്. സംഭവം എന്താന്ന് വെച്ചാൽ ഇവിടെ മീഥേൻ ഗ്യാസിന്റെ ശേഖരമുണ്ട്. അതാരും കൊണ്ടിടുന്നതല്ല, പ്രകൃതിയാൽ അങ്ങനെ തന്നെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്, സ്റ്റോർ ചെയ്ത് വരുന്നതാണ്. എന്നാൽ ഈ തീ മെല്ലെ അകത്തേക്ക് പോയിട്ട് പിന്നെ ഒരു ഒറ്റ ആന്തല ആ തീയിൽ പെടുന്നതിന് മുന്നേ വാക്കർ വെള്ളത്തിലേക്ക് എടുത്ത് ചാടും. അതെല്ലാം കൂടെ കെട്ടടങ്ങുന്ന നേരം അവർ പിന്നെയും അങ്ങോട്ട് തന്നെയാണ് കയറി ചെല്ലുന്നത്. വാക്കറാണെങ്കിൽ ഈ സ്ഥലത്തിന്റെ ഐതിഹ്യങ്ങളെല്ലാം പണ്ട് ചരിത്രത്തിൽ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു വലിയ രാജാവാണ് ഈ നിധി ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. ആ നിധിക്ക് ഇപ്പം 800 വർഷത്തെ പഴക്കമുണ്ട്. 800 വർഷം പഴക്കമുള്ള ഒരു നിധിയാണ് അവർ തിരഞ്ഞു പോകുന്നത്. എന്തായാലും അവർ നടന്ന് ആ ഗുഹയുടെ ഒരു അറ്റത്തേക്ക് എത്തുമ്പോഴാണ് അവിടെ കുറെ മരക്കൊള്ളികൾ കുത്തി വെച്ചിരിക്കുന്ന കാണുക. അതിലൊരു മരക്കൊള്ളി അവർ മെല്ലെ നീക്കി നോക്കുമ്പോഴാണ് മനസ്സിലാവുക ഈ മരക്കൊള്ളിയുടെ മേലെ പാറക്കല്ലുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 800 വർഷങ്ങൾക്ക് മുന്നേയുള്ള ട്രാപ്പാണ്. അതിനിപ്പോൾ തീരെ ഉറപ്പില്ല, തൊട്ടാ വീഴൂ എന്നുള്ള അവസ്ഥയിലാണ് അതെല്ലാം നിൽക്കുന്നത്. പക്ഷേ താഴേക്ക് നോക്കുമ്പോഴാണ് മനസ്സിലാവുക താഴെ കുറെ മൃഗങ്ങളുടെ ചിഹ്നങ്ങൾ കൊത്തി വെച്ചിട്ടുണ്ട്. അതിലൊന്നിന്റെ പേര് ജാഗ്വാർ എന്നാണ്. ജാഗ്വാർ എന്ന പേര് മാത്രമേ ഉള്ളൂ, കണ്ടാലൊരു പുലിയെ പോലെ ഇല്ലതാനും. എന്തായാലും വാക്കർ പറയും ഈ ജാഗ്വാറിനെ ഫോളോ ചെയ്തു പോയാൽ നമ്മുടെ മേലേക്ക് ഈ കല്ലുകളൊന്നും വീഴില്ല. എന്നാൽ അകത്തേക്ക് കയറി നോക്കുമ്പോഴല്ലേ മനസ്സിലാവുക ഈ മരങ്ങൾക്കെല്ലാം ഉറപ്പില്ലാത്തതുകൊണ്ട് കല്ലുകളെല്ലാം മേലെ താഴേക്ക് വീഴാണ്. എന്നാൽ റോക്കണ്ണൻ വെച്ച കാല് ബേക്കിലേക്ക് വെക്കാൻ സമ്മതിക്കില്ല. അവരോട് കയറി ചെല്ലാനായിട്ട് പറയും. പൊട്ടാറായിട്ടുള്ള എല്ലാ മരങ്ങളും അങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. എന്നാൽ അകത്തേക്ക് ചെല്ലുന്നതിനനുസരിച്ച് കാര്യങ്ങൾ കുറച്ചുകൂടെ മോശമായിട്ട് വരികയാണ്. എന്നിരുന്നാലും അവരെങ്ങനെയൊക്കെയോ അകത്തെത്തി അവസാനം ആ പ്രതിമയുടെ അടുത്തെത്തും. അവിടെ എവിടെയോ ആയിട്ട് അത് കാണേണ്ട
റെസ്റ്റോറൻ്റാണ്. എന്നാൽ അവിടെ എത്തുമ്പോൾ അത് കാണുന്നില്ല. അവിടെ ഒരു തട്ടിലേക്ക് മെല്ലെ കൈ വെച്ച് നോക്കുമ്പോഴാണ് പൊടി പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ ആ പ്രതിമയെ കിട്ടുക. വാക്കറാണെങ്കിൽ ഇത്രയും നാൾ തെരഞ്ഞു നടന്ന സാധനം പെട്ടെന്ന് കയ്യിലേക്ക് കിട്ടിയപ്പോൾ അതിന്റെ സന്തോഷത്തിൽ ആർത്ത് വിളിക്കുകയാണ്. എന്നാൽ ഇനി അവിടെ നിൽക്കാൻ പറ്റില്ല. ആ മരങ്ങളെല്ലാം ഒടിഞ്ഞ് പാറക്കല്ലുകൾ താഴെ വീണാൽ പിന്നെ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അവരങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഓട്ടും. അപ്പോഴേക്ക് മരങ്ങളെല്ലാം പൊട്ടി പാറക്കല്ലുകളെല്ലാം താഴെ വീണു. അവർ രണ്ടുപേരും രണ്ട് വശത്തേക്കാണ് ഓടിപ്പോകുന്നത്. എന്നിരുന്നാലും ബ്ലാക്ക് ഔട്ട് ചെയ്താൽ അവരെല്ലാവരും രക്ഷപ്പെട്ടു. ഇരുട്ടത്തിരുന്ന് അവരെല്ലാവരും കൂടി ഒരു കായ കഴിക്കാനായിട്ട് പോവാണ്. എന്നിരുന്നാലും വാക്കർ അത് തരുമോന്നറിയില്ല. അവൾ അവനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവൻ പറയാ, ഇങ്ങനെ പല പല കാര്യങ്ങൾ പറയും, അതൊന്നും നീ വിശ്വസിക്കാനായിട്ട് നിൽക്കണ്ട. ഈ പ്രതിമ ഞാൻ മ്യൂസിയത്തിൽ കൊണ്ടെത്തിക്കും. ശരിക്കും ഈ പ്രതിമ സ്വർണം കൊണ്ടുണ്ടാക്കിയ പ്രതിമയാണ്. ഇത് വിറ്റാൽ ഇഷ്ടംപോലെ കാശാണ് കിട്ടാൻ പോകുന്നത്. വാക്കറിനാണെങ്കിൽ ആ കാശ് വേണ്ടെന്നാണ് പറയുന്നത്. അവൻ ഉറപ്പിച്ച മട്ടാണ് ഇത് കൊടുക്കാൻ പോകുന്നില്ല എന്ന്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ, കിട്ടിയ കായം കഴിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അത് കഴിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് വാക്കറിന് എന്തോ ഒരു തല ചുറ്റല് തലമിന്നലെല്ലാം വരുന്നത്. നോക്കുന്നേരം റോക്കിന്റെ തലയെല്ലാം പല ആകൃതികളിലേക്ക് മാറി വരുന്നതാണ് അവൻ കാണുക. പെട്ടെന്നാണ് അവൻ ബോധം പോയി താഴെ വീഴുന്നത്. ഇത് കാണുന്ന റോക്ക് ഇതെന്താ ഇവന് പറ്റിയെന്ന് അവളോട് ചോദിക്കുന്നേരാണ് അവളുടെ തല മൊത്തമായിട്ട് ചെറുതാവുന്ന പോലെ തോന്നുക. പിന്നെ പറയേണ്ട ആവശ്യമില്ല, റോക്കും അവനെ പോലെ തന്നെ ബോധം പോയി താഴെ വീഴും. അവനെ കൊണ്ട് പിന്നെ അനങ്ങാനായി പറ്റുന്നില്ല. അന്നേരമാണ് മറീന ആ പ്രതിമയെ എടുത്തുകൊണ്ട് പറയാ, ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു ബോധത്തിലേക്ക് തന്നെ വന്നോളും, പേടിക്കേണ്ട ആവശ്യമില്ല. വാക്കാർ, ഈ പ്രതിമ ഞാൻ നിന്നോട് ചോദിച്ചാ നീ എനിക്ക് തരില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് എനിക്കിത് ചെയ്യേണ്ടി വന്നത്. ഇത് ഞാൻ കൊണ്ടുപോയി വിൽക്കും. കിട്ടുന്ന കാശിന്റെ പാതി നിനക്ക് അയച്ചു തരുകയും ചെയ്യും. എന്നിട്ട് അവൾ രണ്ടുപേർക്കും ഒരു കിസ്സും കൊടുത്ത് അവിടെ വിറകുകളെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചോണ്ട് അവിടുന്ന് പോവാണ്. അവൾ അവിടുന്ന് രക്ഷപ്പെട്ടു. എന്നാൽ ഇതേ സമയത്തും നമ്മുടെ ആളുകൾ എവിടാന്നറിയാതെ ഹാഷിറല്ല ഹെയ്ച്ചറും ടീമും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് നേരം വിളക്കുന്ന നേരാണ്. റോക്കിന് വിരളെങ്കിലും മെല്ലെ മെല്ലെ ഒന്ന് അനക്കാൻ പറ്റുന്നത്. അവൻ എങ്ങനെയും എഴുന്നേറ്റ് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവന് പറ്റുന്നില്ല. അന്നേരമാണ് നേരത്തെ അവരെ ആക്രമിക്കാനായിട്ട് കുറച്ച് കുരങ്ങൾ വന്നില്ലായിരുന്നോ, അതിലൊന്ന് അവരുടെ അടുത്തേക്ക് വരുന്നത്. അത് അവരെ കാണുമ്പോൾ തന്നെ എല്ലാവരെയും വിളിച്ചറിയിക്കുകയാണ്, ഇവിടെ ഓടി വരിയെന്ന് പറയാണ്. അപ്പോഴേക്കൊരു പട വരുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. റോക്ക് എങ്ങനെയോ കൈ അനക്കാൻ ശ്രമിച്ച് കൈ അനക്കി ഒരു വടിയെടുത്ത് ആ കുരങ്ങിനെ ഓടിക്കും. അങ്ങനെ ആ കുരങ്ങ് ഓടിപ്പോകുമ്പോൾ തന്നെ ബാക്കിയുള്ള കുരങ്ങുകളൊന്നും അങ്ങോട്ട് വരുന്നില്ല. അതെന്താണെന്ന് മനസ്സിലായില്ല. അവറ്റകളൊന്നും പിന്നെ വരുന്നില്ല. എന്തായാലും റോക്ക് വാക്കറിന്റെ കൈയും കെട്ടിവെച്ചുകൊണ്ട് പ്ലെയിൻ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ് ചെല്ലുന്നത്. അവിടെയാണെങ്കിൽ പൈലറ്റ് കാത്തു നിൽക്കുന്നുണ്ട്. റോക്കിനെ കാണുമ്പോൾ തന്നെ എന്റെ ജീപ്പ് എവിടാന്നാണ് ചോദിക്കുക. എന്നാൽ അതിനുള്ള കാശ് ഞാൻ നിനക്ക് തരാമെന്ന് പറയുന്ന നേരം അവൻ പിന്നെ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എന്നാൽ പിന്നെ തിരിച്ചു പോകാനുള്ള സമയമായെന്ന് പറഞ്ഞുകൊണ്ട് റോക്ക് അവന്റെ ബാഗിൽ നിന്ന് ഹാൻഡ് കഫ് എടുത്ത് വാക്കറിന്റെ കൈ ലോക്ക് ചെയ്ത് വെക്കും. വിമാനത്തിലേക്ക് സാധനങ്ങൾ കയറ്റി വെക്കുന്ന നേരം റോക്ക് പറയും, പെട്ടെന്ന് തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ ആ ഭ്രാന്തന്റെ ആളുകളെല്ലാം ആ ഹെയ്ച്ചറിന്റെ ആളുകളെല്ലാം ഞങ്ങൾ വന്ന് പിടിക്കും. അതുകൊണ്ട് പെട്ടെന്ന് പോയേ പറ്റൂ. അതിന് പൈലറ്റ് പറയും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അയാൾക്ക് കിട്ടേണ്ട സാധനം അയാൾക്ക് കിട്ടി. ഇനി നിങ്ങളെ തെരഞ്ഞു വരുന്നു, നിങ്ങൾ പേടിക്കേണ്ട. അവരപ്പോഴാണ് അറിയാം സംഭവം എന്താന്ന് വെച്ചാൽ മറീന അവരുടെ അടുത്ത് നിന്ന് പ്രതിമയായിട്ട് രക്ഷപ്പെട്ടില്ലേ, അവളെന്നാ നേരെ ചെന്ന് കയറിക്കൊടുത്തത് ഹെയ്ച്ചറിന്റെ ആളുകളുടെ ഇടയിലേക്കാണ്. അവരിപ്പോൾ അവളെയും പിടിച്ചുകൊണ്ട് ഹെയ്ച്ചറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. എല്ലാവരും മരിക്കാൻ പോവാണ്. രക്ഷപ്പെടാനായിട്ട് വേഗം പ്ലെയിനിലേക്ക് എന്നെ കയറിക്കുമെന്ന് പറയും. എന്നാൽ ഇത് കേൾക്കുന്ന റോക്കിന് അവളെ അവിടെ ഉപേക്ഷിച്ച് പോരാനായിട്ട് തോന്നില്ല. ഹെയ്ച്ചറുടെ വായിൽ ഇട്ടുകൊടുത്ത് പോരാനായിട്ട് തോന്നില്ല. കാരണം അവളോട് പറഞ്ഞായിരുന്നല്ലോ, നിന്റെ നാടിന് വേണ്ടി ആ പ്രതിമ ഞാൻ നിന്റെ കയ്യിലെത്തിക്കുമെന്ന്. ആ പ്രതിമ അവളുടെ കയ്യിലെത്തിയെങ്കിലും ഇപ്പം നാടിന് വേണ്ടി അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. റോക്ക് വാക്കറിന്റെ ഹാൻഡ് കഫ് ഊരിയിട്ട് അവിടെയുള്ള തൂണിനോട് ചേർത്ത് ലോക്ക് ചെയ്യുന്ന നേരം വാക്കർ പറയും, നീ എന്താ ചെയ്യാൻ പോകുന്നത്? അവളെ രക്ഷിക്കാൻ പോവേ? ഇങ്ങനെ പോയാൽ നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവളെ രക്ഷിക്കാൻ പറ്റില്ല. അവിടെ ഇഷ്ടം പോലെ ആളുകളാണുള്ളത്. അവരുടെ ഇടയിലേക്ക് ചെന്നാൽ നിനക്ക് ജീവൻ ഉണ്ടാവുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നീ എന്നെ കൂടെ കൂട്ട്, ഞാൻ കൂടെ കൂടി തരാം. നമ്മൾ ആദ്യം ഇവിടെയുള്ള കാളുകളെല്ലാം അവരുടെ ഇടയിലേക്ക് അഴിച്ചു വിടുക. കാളുകളെല്ലാം അവരെ ഇടിച്ചിടുന്ന നേരം നമുക്ക് തോക്കെടുത്ത് പിന്നെ ഷൂട്ട് ചെയ്യാം. അന്നേരമാണ് അവന് ഓർമ്മ വരിക, റോക്ക് ഷൂട്ട് ചെയ്യില്ല എന്നുള്ള കാര്യം. സോറി, നീ ഷൂട്ട് ചെയ്യില്ലല്ലോ, വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേ പറ്റൂ. പക്ഷെ നീ എന്ത് വഴി കണ്ടുപിടിച്ചാലും നിന്റെ കൂടെ ഒരാൾ കൂടെ ഇല്ലാതെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്റെ ലോക്ക് അഴിച്ചോ, ഞാൻ നിന്റെ കൂടെ നിന്ന് തരാം. എന്നാൽ റോക്കിനറിയാം അവൻ എന്തിനാണ് ഈ ലോക്ക് ഊരാൻ പറയുന്നതെന്ന്. ലോക്ക് ഊരിയാൽ പിന്നെ അവൻ റോക്കിന്റെ കൂടെ ഉണ്ടാവുമെന്ന് പോലും അറിയില്ല. എന്തേലും ആവട്ടെ, സഹായിക്കുകയാണെങ്കിൽ ഒരു സഹായം ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് റോക്ക് അവന്റെ കയ്യിൽ ഹാൻഡ് കഫ് ഊരാനായിട്ട് തീരുമാനിക്കും. നീ ഒരു കാര്യം ആലോചിച്ചോ, ഈ ഹാൻഡ് കഫ് അഴിച്ചാൽ നീ എന്നെ സഹായിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നീ ഇവിടുന്ന് രക്ഷപ്പെടും. രക്ഷപ്പെട്ട ഞാൻ എത്ര ദിവസമാണെങ്കിലും നിന്നെ തെരഞ്ഞു കണ്ടുപിടിച്ച് ഇവിടുന്ന് കൊണ്ടുപോകും. എന്നിട്ട് അവന്റെ ലോക്ക് അഴിച്ചു കൊടുക്കുകയും ചെയ്യും. ഇതേ സമയത്ത് മറീനയെ ഹെയ്ച്ചറുടെ മുന്നിൽ അവന്റെ ആളുകളെല്ലാം എത്തിക്കും. അന്നേരം ഹെയ്ച്ചർ അവളോട് ചോദിക്കും, മോളെ, ഞാൻ ഈ നാടിന് വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഞാൻ വരുന്നവരെ ഈ നാട്ടുകാർക്ക് ഒന്നുമില്ലായിരുന്നു. ഞാൻ വന്നപ്പോഴാണ് ഈ നാട്ടുകാരൊന്ന് പുരോഗമിച്ചത്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുന്ന നേരവും നിങ്ങൾ എന്തിനാണ് എനിക്ക് എതിരായിട്ട് നിൽക്കുന്നത്? അന്നേരമാണ് പിന്നിൽ CCTVകളെല്ലാം ചെക്ക് ചെയ്യുന്ന സ്റ്റാഫ് പറയുന്നത്, ഒരു ഔട്ട് പോസ്റ്റിന്റെ കണക്ഷൻ കിട്ടുന്നില്ല, അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ചെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുക അന്ത ഔട്ട് പോസ്റ്റ് ഇപ്പോൾ റോക്കിന്റെ കയ്യിലാണ്. റോക്ക് CCTV കൂടെ നോക്കി സംസാരിക്കുന്നുണ്ട്. ഏയ് ഹെയ്ച്ചർ, നീ കേൾക്കുന്നുണ്ടോ? നിനക്ക് ഞാൻ 2 ചോയ്സ് തരാം. ഓപ്ഷൻ എ, നീ മറീനയെയും അവളുടെ കയ്യിലെ പ്രതിമയും ഇവിടെ ഉപേക്ഷിച്ച് ഈ നാട് വിട്ടു പോകണം. ഓപ്ഷൻ ബി, നിന്നെക്കൊണ്ട് ഇതെല്ലാം ഞാൻ ചെയ്യിക്കും. എന്നാൽ ഇത്രയും പടയുള്ള ഹെയ്ച്ചറിനോടാണ് റോക്ക് ഇങ്ങനെ സംസാരിക്കുന്നത്. അത് കേട്ട് ഹെയ്ച്ചർ ചിരിക്കുകയാണ്. കൂടെയുള്ള എല്ലാവരും ചിരിക്കുകയാണ്. റോക്ക് പറയും, നീ തെറ്റായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒരൊറ്റ ഇടിക്ക് ആ ക്യാമറ പൊട്ടിച്ച് കളയും. അത് കാണുന്ന നേരം ഹെയ്ച്ചറിന്റെ ചിരിയൊക്കെ അങ്ങനെ അങ്ങ് ഇല്ലാണ്ടാവും. കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് നാട്ടിലെല്ലാം റോക്കിനെ കണ്ടാൽ അപ്പം തന്നെ ഷൂട്ട് ചെയ്യാനായിട്ട് പട്ടാളക്കാരെല്ലാം നിരന്നു കഴിഞ്ഞു. ഇനി റോക്ക് അവരുടെ അടുത്തേക്ക് ചെന്നാൽ മതി. അവരെല്ലാവരും കൂടെ അരിപ്പയാക്കിയിട്ട് റോക്കിനെ വിട്ടോളും. അന്നേരമാണ് പൈലറ്റ് അങ്ങോട്ട് കയറി വന്ന് കയ്യിലൊരു പ്രത്യേക കുഴലെല്ലാം ഊതി
ഊതിയിട്ട് ഹേയ് ചാർ നിന്റെ അവസാന ദിവസമാണിത്, നീ ഓർത്ത് വെച്ചോ എന്ന് പറയാ. എന്നിട്ട് വീണ്ടും ആ കുഴൽ ഊതാണ്. അപ്പോഴാണ് ഭൂമിയെല്ലാം മെല്ലെ മെല്ലെ ഇളകുന്ന പോലെ തോന്നുക. ഇതെന്താ സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. പെട്ടെന്നാണ് കാളുകളെല്ലാം കൂടെ പട്ടാളക്കാരുടെ ഇടയിലേക്ക് ഓടി വരുന്നത്. കാണുന്നവരെല്ലാം ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവർക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. കാളകളോടുണ്ടോ എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുന്നത്. അവറ്റകളാണെങ്കിൽ ഇടിയോടിടി. അതിന്റെ ഒരു ഗ്യാപ്പ് നോക്കിയിട്ടാണ് മെല്ലെ റോക്ക് ഇറങ്ങുന്നത്. അവൻ കാണുന്ന പട്ടാളക്കാരെല്ലാം ഇടിച്ച് അവരുടെ കയ്യിൽ ഗണ്ണെല്ലാം വാങ്ങിയിട്ട് ഒരു മൂലക്കിട്ടോണ്ടിരിക്കുകയാണ്. അവൻ ഷൂട്ട് ചെയ്യില്ലല്ലോ. എന്നാൽ ബാക്കിയുള്ള പട്ടാളക്കാർ റോക്കിനെ ഷൂട്ട് ചെയ്യും എന്നുള്ളത് കൊണ്ട് വാക്കർ അവരുടെ ശ്രദ്ധ തെറ്റിക്കാനായിട്ട് അവിടെ ഇവിടെയായിട്ട് ഓടി ഒളിച്ചു നിൽക്കുകയാണ്. നമ്മുടെ റോക്കാണെങ്കിൽ ഒരിടി 1.5 കിൻഡൽ എന്ന അനുപാതത്തിൽ ഇടിച്ചോണ്ടിരിക്കുകയാണ്. റോക്കിനാണെങ്കിൽ വെറുതെ ഇടിക്കുന്ന പരിപാടി ഇല്ലല്ലോ. കിടന്നും തിരിഞ്ഞും മറിഞ്ഞോണ്ടും ഇടിയോടിടിയാണ്. ഇതെല്ലാം ക്യാമറയിലൂടെ കാണുന്ന ഹെയ്ച്ചറിന് മനസ്സിലായി കാര്യങ്ങൾ കുറച്ച് മോശം അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ ആ നിധി എടുത്ത് അനിയന്റെ കയ്യിൽ കൊടുത്തു പറയും, ഇത് നീ സേഫ് ആയിട്ട് പിടിക്കണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അവളുടെ കഴുത്തിൽ, മറീനയുടെ കഴുത്തിൽ കത്തി വെച്ചാൽ മതി. ഇവിടെ ഒരു ബിൽഡിങ്ങിനകത്ത് നിൽക്കുന്ന വാക്കർ പുറത്തേക്ക് നോക്കുമ്പോഴാണ് ഒരു ഗണ്ണ് കാണുന്നത്. അവനത് മെല്ലെ എടുക്കാനായിട്ട് വരുന്ന നേരം ചുറ്റും നിന്ന് അറഞ്ച പറഞ്ഞ ഷൂട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ വേറെ വഴിയില്ലാതെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു വാനിലേക്ക് ഓടി കയറും. സത്യം പറഞ്ഞാൽ അവൻ ആ വാനിലേക്ക് കയറാൻ പറ്റില്ലായിരുന്നു. ചുറ്റും നിൽക്കുന്ന പട്ടാളക്കാർ അതിലേക്കാണ് ഷൂട്ട് ചെയ്യുക. റോക്കിനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പുറത്തേക്ക് ഇറങ്ങിയാൽ ഷൂട്ടോട് ഷൂട്ടാണ്, അത് കൊള്ളുമെന്നുള്ള ഉറപ്പാണ്. പക്ഷെ അവന്റെ കയ്യിൽ 2 ഗണ്ണുണ്ട്. പക്ഷെ അത് ഷൂട്ട് ചെയ്യാൻ അവൻ ഉപയോഗിക്കില്ലല്ലോ. എന്നാൽ ഇവിടെ പട്ടാളക്കാർ ഷൂട്ട് ചെയ്ത് വാനിൽ ഉണ്ടായിരുന്ന പെട്രോൾ ടാങ്ക് പൊട്ടിക്കും. അതിൽ നിന്ന് ഇപ്പോൾ പെട്രോൾ ചോർന്ന് വരുന്നുണ്ട്. ഇനി അതും കൂടെ ഒന്ന് പൊട്ടിത്തെറിച്ചാൽ മതി. വാക്കർ പിന്നെ അവാക്കറാവും. എന്നാൽ ഇതിന്റെ ഇടയിലും റോക്ക് ഒരു ഗ്യാപ്പാണ് നോക്കി നിൽക്കുന്നത്. ഒരു ഗ്യാപ്പ് കിട്ടിയാൽ അവനെ ഓട്ടിപ്പോയി രക്ഷിക്കാം. എന്നാൽ ഒരു കാര്യം മനസ്സിലാകും, ഇനിയും ഗ്യാപ്പ് നോക്കി നിന്നാൽ വാക്കറിനെ തെക്കോട്ട് എടുക്കുമെന്ന്. അവൻ പിന്നെ ഒന്നും നോക്കില്ല, കയ്യിലെ ഗണ്ണുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പിന്നെ ഓരോ ഷോട്ടിനും ഓരോ പട്ടാളക്കാരെയും അവൻ താഴെ ഇട്ടോണ്ടിരിക്കുകയാണ്. അവരാരും വിചാരിച്ചില്ലല്ലോ ഈ പഹയൻ പുറത്തിറങ്ങിയിട്ട് ഷൂട്ട് ചെയ്യുമെന്നുള്ള കാര്യം. എന്നാൽ അപ്പോഴേക്ക് വാനിലെ പെട്രോൾ എല്ലാം ചോർന്ന് അതിപ്പോൾ പൊട്ടുന്നുള്ള അവസ്ഥയിലാണ്. അപ്പോഴേക്ക് വാക്കർ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ഓടി വരുന്നേരാണ് അത് പൊട്ടിത്തെറിക്കുന്നത്. അതിന്റെ ആഘാതത്തിൽ അവൻ തെറിച്ച് വീഴും. ഓരോ പൊട്ടിത്തെറി നടക്കുമ്പോഴും ഓരോ ക്യാമറകൾ പൊട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ദൂരെ നിൽക്കുന്ന ഹെയ്ച്ചറിന് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ താഴെ വീഴുന്ന വാക്കർ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് അനിയൻകുട്ടൻ മറീനയെയും ആ പ്രതിമയും ആയിട്ട് അവിടുന്ന് കാറിൽ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ അവിടുന്ന് കിട്ടിയ ഒരു കാറുമായിട്ട് അവരുടെ തൊട്ടു പിന്നാലെ വെച്ച് പിടിക്കുകയാണ്. ഓടിച്ച് ചെന്ന് അവരുടെ കാറിന് ഒരു ഒറ്റ ഇടി. സാധാരണ ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു കാർ മറിഞ്ഞു വീഴേണ്ടതാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. 2 കാറും കൂടി ഉമ്മ വെച്ചോണ്ട് നേരെ ഒരു വലിയ വാട്ടർ ടാങ്കിന്റെ തൂണിൽ ചെന്ന് ഇടിക്കും. അതാണെങ്കിൽ അതുപോലെ തന്നെ താഴേക്ക് മറിഞ്ഞു വീഴാണ്. നമ്മുടെ ആളുകളെല്ലാം അടിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കത് താഴെ വീണു. ഇവിടെ റോക്കാണെങ്കിൽ ഒരു ബിൽഡിങ്ങിൽ നിൽക്കുന്ന നേരം അടുത്ത ബിൽഡിങ്ങിൽ നിന്ന് 3 പേര് റോക്കിനെ ഷൂട്ടാണ്. ഒരു വഴിയും ഇല്ലാത്തതുകൊണ്ട് തന്നെ റോക്ക് ഓടിച്ചെന്ന് അടുത്ത ബിൽഡിങ്ങിലേക്ക് ചാടി അതിന്റെ തൂൺ ഇടിച്ചു പൊട്ടിച്ചു കളയും. എന്നാലും ബിൽഡിങ്ങിനൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ തന്നെ മേലെയുള്ള പട്ടാളക്കാരെല്ലാവരും താഴേക്ക് ഇറങ്ങി വരികയാണ്. അവൻ അപ്പോഴേക്ക് താഴെയുള്ള ബാക്കിയുള്ള തൂണുകളെല്ലാം അടിച്ച് പൊട്ടിച്ചു കൊടുക്കും. അപ്പോഴേക്ക് അതെല്ലാം മറിഞ്ഞ് താഴെ വീഴും. അതിന്റെ ഇടയിൽ പെടാതിരിക്കാൻ റോക്ക് അപ്പം തന്നെ താഴേക്ക് എടുത്ത് ചാടുകയാണ് ചെയ്യുക. അപ്പോഴാണ് മനസ്സിലാവുക ഈ തോക്കുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന മനുഷ്യന്മാരെല്ലാവരും തീർന്നു. എന്നാൽ ഉടനെ അടുത്ത പണി വരും. ചാട്ടവാറായിട്ട് അടിയുന്ന 3 പേരാണ് അങ്ങോട്ട് വരുന്നത്. അവരാണെങ്കിൽ ഇടം വല്ല അടിയോടടി. എന്നാൽ ഇതേ സമയത്താണ് ഇടിയുണ്ടാക്കിയവരുടെ ബോധമെല്ലാം പോയതുകൊണ്ട് തന്നെ വാക്കറിന് ആ പ്രതിമയെ കിട്ടുന്നത്, ആ നിധി കിട്ടുന്നത്. ഇവിടെ റോക്കാണെങ്കിൽ അവന്മാരുടെ അരയിലുണ്ടായിരുന്ന ഗണ്ണെല്ലാം ഊരിയെടുത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ അതിനും അവർ സമ്മതിക്കുന്നില്ല. ചാട്ടവാറുകൊണ്ട് അടിച്ചാൽ ഈ പെരുത്ത മനുഷ്യനൊന്നും സംഭവിക്കില്ല എന്ന് മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ അവർ അതിന്റെ പിന്നിലുള്ള കത്തി എടുക്കും. എന്നാൽ അപ്പോഴേക്ക് റോക്ക് അവന്മാരുടെ അരയിൽ നിന്നും ഗണ്ണെടുത്ത് ഒരു ഒറ്റ ഷോട്ടാണ്. ഒറ്റ ഷോട്ടല്ല, 2 ഷോട്ടാണ്. 2 എണ്ണം താഴെ വീണു. ഇനി ഒരുത്തം കൂടെ ബാക്കിയുള്ളൂ. അവന്റെ കൈയും കാലും ഒക്കെ ഇങ്ങനെ ചവിട്ടി കൂട്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോഴാണ് മേലെ ഉണ്ടായിരുന്ന ഒരു തോക്കുകാരന് ജീവൻ വരുന്നത്. അവൻ മെല്ലെ എഴുന്നേറ്റ് ഗണ്ണെടുത്ത് നമ്മുടെ ആളുടെ നേരെ എയിം ചെയ്ത് നിൽക്കാണ്. കൂടെ തന്നെ ഹെയ്ച്ചറും അങ്ങോട്ട് വരുന്നുണ്ട്. എന്നാൽ ദൂരെ നിൽക്കുന്ന വാക്കർ ഗണ്ണ് പിടിച്ചിരിക്കുന്നവൻ ഒരൊറ്റ ഷോട്ടാണ്. അവന്റെ ഗണ്ണ് റോക്കിന്റെ കയ്യിലേക്കാണ് വീടുക. തിരിഞ്ഞു നോക്കുന്ന നേരം പിന്നെ തന്നെ ഹെയ്ച്ചർ എന്നാ പിന്നെ അങ്ങേർക്ക് ഒന്നും എടുക്കും. അങ്ങേരുടെ ഗണ്ണിനിട്ടാണ് കൊള്ളുക. ഗണ്ണ് താഴെ വീണു. മറീനയാണെങ്കിൽ ദൂരെ നിന്ന് അവളുടെ വക ഒരു ഷോട്ട് കൂടെ അങ്ങേർക്ക് കൊടുക്കും. തൊട്ടു പിന്നാലെ വാക്കറിനെ നോക്കുന്ന നേരം അവനെ അവിടെ കാണുന്നില്ല. എന്നാൽ ഇതെല്ലാം റോക്കിന് അറിയാം. അവൻ ഇവിടുന്ന് മുങ്ങുന്നുള്ള കാര്യം റോക്കിന് അറിയായിരുന്നു. അപ്പോഴേക്ക് ഇവിടെ നാട്ടുകാരെല്ലാവരും കൂടെ ഹെയ്ച്ചറിന്റെ ചുറ്റും വളഞ്ഞു. ഇനി അങ്ങേർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗണ്ണെടുത്ത അപ്പ ഷോട്ട് കൊള്ളും. അങ്ങേര് വിളിച്ചു ചോദിക്കും, ഞാൻ ഈ നാട്ടിലേക്ക് വരുന്നവരെ നിങ്ങൾക്ക് എന്തുണ്ടായിരുന്നു? നിങ്ങൾക്കൊരു ചെരുപ്പ് പോലും വാങ്ങാൻ പറ്റില്ലായിരുന്നു. ഞാൻ വന്നപ്പോഴാണ് ഈ നാട് ഇത്രയെങ്കിലും വികസിച്ചത്. എന്നിട്ട് നിങ്ങൾ എന്നോട് ഇപ്പം ഇതാണോ ചെയ്യേണ്ടത്? അതിന്റെ ഇടയിൽ കുറച്ച് ആളുകളുടെ കയ്യിൽ ഗണ്ണുണ്ട്. അവരെല്ലാവരും ഷൂട്ട് ചെയ്യാനായിട്ട് കാത്തു നിൽക്കുകയാണ്. അങ്ങേര് മെല്ലെ താഴെ നിന്ന് ഗണ്ണെടുക്കും. എന്തായാലും മരിക്കാൻ പോവാണ്. മരിക്കുന്നതിന് മുന്നേ കുറച്ച് പേരെങ്കിലും കൊല്ലാലോ എന്ന് വിചാരിച്ചായിരിക്കാം ഗണ്ണെടുക്കുന്നത്. അതെടുത്ത് ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴേക്ക് 3 ബുള്ളറ്റ് അങ്ങേരുടെ വയറ്റിൽ കയറി. പിന്നെ സംസാരമൊന്നുമില്ല. മിണ്ടാതെ അവരുടെ ഇടയിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങി നടക്കും. അങ്ങനെ ദൂരേക്ക് നടക്കുന്നതിന്റെ ഇടയിൽ അങ്ങേര് ബോധം പോയി മെല്ലെ മരിച്ച് താഴെ വീണു. ആ കടി അങ്ങ് മാറിക്കാണും. ഇനിയിപ്പോൾ റോക്കിന് വേറെ പരിപാടിയൊന്നുമില്ല. വന്നതിലാകെ നാട്ടുകാർക്ക് മാത്രമാണ് ഇപ്പോൾ ആകെ ഒരു ഉപകാരം ഉണ്ടായിരിക്കുന്നത്. മറീന വന്ന് ചെയ്തു തന്ന കാര്യങ്ങൾക്കെല്ലാം നന്ദി എന്ന് റോക്കിനോട് പറയുമ്പോൾ റോക്കിനകത്തൊന്നും പോരാ. അവന്റെ മനസ്സിൽ എന്തോ ഒരു വിഷമം കിടക്കുന്നുണ്ട്. റോക്ക് പറയും, നമ്മൾ തമ്മിലുള്ള ഡീല് കഴിഞ്ഞിട്ടില്ല. ഞാൻ ആ പ്രതിമ നിങ്ങൾക്ക് തരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഇനി എന്നെ കൊണ്ടത് പറ്റുമെന്ന് തോന്നുന്നില്ല. അതിന് അവൾ പറയും, അതിനൊന്നും ആവശ്യമില്ല. നിങ്ങൾ ഇത്രയും ഞങ്ങൾക്ക് ചെയ്തു തന്നില്ലേ, അത് തന്നെ വലിയ കാര്യം. ഇനി ഞങ്ങളെല്ലാവരും കൂടെ ഈ നാട് നന്നാക്കി എടുത്താളാം. ശരിക്കും അവൾക്ക് ഇനിയും കാശിന്റെ ആവശ്യമുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഈ നാട് നന്നാക്കി എടുത്ത് ഇവിടെ ഉള്ളവർക്കെല്ലാം നല്ലൊരു ജോലി കൊടുക്കാനായിട്ട് ഇനിയും കാശിന്റെ ആവശ്യം
ആവശ്യമാണ്. അന്നേരമാണ് പിന്നെയും ഒരു ശബ്ദം, നിങ്ങൾ ഇതിനെക്കുറിച്ചാണോ സംസാരിക്കുന്നതെന്ന്. നോക്കുന്നേരം വാക്കർ ആ പ്രതിമയായിട്ട് ആ നിധിയായിട്ട് പിന്നെയും തിരിച്ചു വന്നിരിക്കുകയാണ്. അവനത് മറീനയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കും. അവളാണെങ്കിൽ മറുത്തൊന്നും പറയില്ല, അവൾക്ക് ആവശ്യമാണല്ലോ, അതുകൊണ്ട് തന്നെ അവളത് വാങ്ങി വെക്കും. ഇപ്പോഴെല്ലാം ഓക്കെ ആയില്ല എന്ന് പറഞ്ഞുകൊണ്ട് റോക്കിന് കൈ കൊടുക്കുന്ന നേരം റോക്ക് പറയും എല്ലാം ഓക്കെ ആയില്ല. എന്നിട്ട് അവൻ്റെ കയ്യിലേക്ക് ഹാൻഡ് കഫ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോഴാണ് അവന് മനസ്സിലാവുക റോക്ക് അവനെ കൊണ്ടുപോകാനാണല്ലോ വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ടീം അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് തിരിച്ചു വരികയാണ്. എന്നാൽ നാട്ടുകാർ ആ പ്രതിമ കിട്ടിയ സന്തോഷത്തിൽ ആഘോഷിക്കുകയാണ്. ബ്ലാക്ക് ഔട്ട് ചെയ്താൽ റോക്ക് അവനെയായിട്ട് തിരിച്ച് ലോസ് ആഞ്ചലസിലെത്തി, അവൻ്റെ നാട്ടിലെത്തി, അവൻ്റെ അച്ഛൻ്റെ നാട്ടിലെത്തി. ആശാന്റെ മുന്നിലേക്ക് കൊണ്ടിട്ട് കൊടുക്കുന്ന നേരം അങ്ങേര് അവനെ കൊഞ്ചിക്കുകയാണ്. എൻ്റെ മോനെ, നീ ഇങ്ങനെ മെലിഞ്ഞു പോയോ? നീ അവിടെ നിന്ന് ഓട്ടം തന്നെയാണോ? അതേ അച്ഛാ, നമ്മൾ പിന്നെ അവിടെ മൊത്തം ഓട്ടം അല്ലാതെ പറയുന്ന നേരം അച്ഛൻ അവൻ്റെ മോതകിട്ട് ഒരു ഒറ്റ അടിയാണ്. നിന്നെ ഞാൻ ഇങ്ങോട്ട് എത്തിച്ച എന്തിനാന്ന് നിനക്കറിയോ? ഇല്ല, എനിക്കറിയില്ല. ഞാൻ നിന്നോട് ചിക്കാഗോയുടെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? സംഭവം എന്താന്ന് വെച്ചാൽ അങ്ങേരുടെ ബിസിനസ്സുകളെല്ലാം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ അവനെ മുന്നിൽ വെച്ച് കളിക്കണം. അതിനായിട്ടാണ് അവനെ തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ വാക്കറിന് അച്ഛൻ്റെ കൂടെ ജീവിക്കാനായിട്ട് തീരെ താല്പര്യമില്ല. അവൻ അവൻ്റെതായ സ്വപ്നങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. അവൻ അതിൻ്റെ പിന്നാലെയാണ് പോകേണ്ടത്. എന്തായാലും റോക്കിന് ഡീൽ ചെയ്ത കാശ് അങ്ങേര് കൊടുക്കുമെന്ന് സമ്മതിക്കും. റോക്കിന് ഹാൻഡ് ഷേക്ക് കൊടുക്കുന്ന നേരം അവൻ തിരിച്ചു ഒതിക്കും. ഞാൻ അവിടം വരെ പോയിട്ട് നിങ്ങൾക്കൊന്നും കൊണ്ടുവന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. വേഗം തുറന്നിട്ട് റോക്ക് ഒരു പഴം മുന്നിലേക്ക് എടുത്തു വെക്കും. അതേത് പഴാന്ന് വെച്ചാൽ ബോഡിയെല്ലാം തളർത്തുന്ന, ബോധമെല്ലാം പോക്കുന്ന, മറീന അവർക്കിട്ടൊരു പണി കൊടുത്ത പഴയില്ലായിരുന്നു, ആ പഴാണ്. അത് കാണുന്ന നേരം വാക്കറിന് മനസ്സിലാകും വാക്കറിനെ റോക്ക് രക്ഷിക്കാനായിട്ട് പോവാണെന്ന്. എന്തായാലും അതെല്ലാം വെട്ടിയിട്ട് അച്ഛനും അച്ഛൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും കൊടുക്കും. അങ്ങനെ അങ്ങേര് കഴിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് റോക്ക് വാക്കറിന്റെ കയ്യിലെ ഹാൻഡ് കഫ് ഊരി കൊടുക്കുന്നത്. അത് കാണുന്ന അങ്ങേര് നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും. എന്നാൽ കൂടുതലൊന്നും ചോദിക്കാൻ പറ്റില്ല. അതിന് മുന്നേ കൂട്ടുകാർ രണ്ടുപേരും ബോധം പോയി താഴെ വീണു. അത് കഴിഞ്ഞാണ് അച്ഛൻ്റെ ബോധവും പോയി താഴെ വീഴുന്നത്. അങ്ങനെ വാക്കറിനെ കൂട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നവരാണ് വാക്കർ പറയാ, ആ മൂന്നെണ്ണത്തിനെയും തട്ടിയിട്ട് തിരിച്ചു പോന്നാലോ, അതല്ലേ നല്ല? അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? നീ ഇപ്പോൾ പോയിട്ട് വണ്ടിയിൽ കയറുന്ന പറഞ്ഞ് അവൻ്റെ പുറത്തിട്ട് ഒരു തട്ട് കൊടുക്കുന്ന നേരം അവൻ പറയും, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എൻ്റെ പുറത്തിട്ട് ഇങ്ങനെ തട്ടരുതെന്ന്? നിങ്ങൾ അവിടെ നിന്ന് എനിക്ക് ആവശ്യത്തിന് ചായയും വടയും എല്ലാം തന്നു, ഇനി ഇവിടെ എത്തിയാലും തീരില്ലേ? നിർത്തിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് റോക്ക് ചോദിക്കുന്ന നേരം അവൻ റോക്കിനോട് ഒരു ബ്രസീലിയൻ ഫൈറ്റാണ് ചെയ്യാൻ പോകുന്നത്. അവൻ നേരത്തെ കാട്ടിൽ വെച്ച് റോക്കിനോട് ബ്രസീലിയൻ ഫൈറ്റ് ചെയ്യാൻ നോക്കിയതായിരുന്നു. അന്നേരം ആരോഗ്യമില്ലാത്തത് കൊണ്ട് അവൻ അടി വാങ്ങായിരുന്നു ചെയ്ത്. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല, ഇഷ്ടംപോലെ ആരോഗ്യമുണ്ട്. അവനങ്ങനെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി കൈയും കാലും എല്ലാം പൊക്കിയിട്ട് അവസാനം ഒരൊറ്റ പറച്ചിലാണ്, ഞാൻ വണ്ടിയിൽ കയറിയ പ്രശ്നമെല്ലാം കഴിഞ്ഞില്ലേ, ഞാൻ വണ്ടിയിൽ കയറിയിരുന്നോളാം. എന്നിട്ട് അവൻ വണ്ടിയിലേക്ക് കയറിയിരിക്കും. എന്നാൽ അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. അവിടെ വെച്ച് ദ റൺ ഡൗൺ എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. വെറുമൊരു ട്രഷർ ഹണ്ടിങ് മൂവി എന്നതിലുപരി ഒരു നാടിൻ്റെ പ്രശ്നമെല്ലാം തീർത്തു കൊടുക്കുന്ന തരത്തിലാണ് ഈ സിനിമ അവസാനിക്കുന്നത്. മാത്രമല്ല ഈ സിനിമയിലെ ഫൈറ്റ് സീൻസ് എല്ലാം അടിപൊളിയായിരുന്നു. പറ്റുന്നവർ യൂട്യൂബിൽ പോയി ഈ സിനിമയിലെ ഫൈറ്റ് സീൻസ് എല്ലാം ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടു നോക്കുക. എല്ലാ ഫൈറ്റ് സീൻസും യൂട്യൂബിൽ തന്നെ കിട്ടും, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യമായിട്ടാണ് റോക്കിനെ ഇമാതിരി മെയ് വഴക്കത്തിൽ കാണുന്നത്, അതുകൊണ്ട് ഫൈറ്റ് സീൻസ് മിസ് ചെയ്യേണ്ട, എന്തായാലും കാണണം. ഈ സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാത്തവർ മറക്കാതെ ഒരു കമൻറ്റ് കൂടെ ചെയ്യുക. എന്നാൽ പിന്നെ നല്ലൊരു സിനിമയായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.